സാറേ, എൻ്റെ വോയിസും സ്ക്രീനും ഓക്കെ ആണോ? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കോ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും എല്ലാവരും. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബിക് ഗ്രാമറിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്യുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഹ്വ് നിങ്ങൾക്കറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു സെഷൻ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല. എന്നാലും ഏറെക്കുറെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകണം, കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അക്കാദമിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് സെറ്റിൻ്റെ ഗ്രാമർ പരമായിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അക്കാദമിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് സെഷൻ ആരംഭിക്കാം. അപ്പം നിങ്ങൾ മാക്സിമം വോയിസിൽ തന്നെ പ്രതികരിക്കണം. കാരണം ടെക്സ്റ്റ് കാണാൻ പ്രയാസമുണ്ട്. ഫോണിലാണ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റുകൾ എന്താണെന്നുള്ളത് അറിയാൻ പ്രയാസം ഉണ്ടാവും. അപ്പം നിങ്ങൾ വോയിസിൽ തന്നെ എൻ്റെ സ്ക്രീനോ അല്ലെങ്കിൽ വീഡിയോയോ ഓഡിയോയോ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ വോയിസിൽ തന്നെ പ്രതികരിക്കണം. ഓക്കെ, ഇപ്പൊ ഈ നിലവിൽ വോയിസും വീഡിയോയും ക്ലിയർ അല്ല? ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാന ദുയൂഫുർ റഹ്മാനി ഡാഷ് ഫി മക്ക. അപ്പൊ നിങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇംലൽ ഫറാഖ്. മുഖീമൂൻ എന്നാണോ, മുഖീമൻ എന്നാണോ, മുഖീമീന എന്നാണോ, അതോ മുഖീമു എന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? സി. ഓപ്ഷൻ സി ആണല്ലേ. അതിന്റെ കാരണം കൂടെ പറയൂ, എന്നാ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന്. കാനയുടെ ഖബറാണ് മുഖീമീന. അപ്പം നസ്ബ് ചെയ്യണല്ലോ, യാ കൊണ്ട് നസ്ബ് ചെയ്തു. ജമ്മു മുദക്കർ സാലിമാണ്. ഓക്കെ, നമ്മള് നഹ്വൊക്കെ തീവ്രമായിട്ട് നോക്കുമ്പോൾ കുറെ നമുക്ക് ഫായതകളുണ്ട്. നമ്മുടെ അദബ് നോക്കുന്നത് അതിനേക്കാളും നഹ്വിൽ നമുക്ക് കൂടുതൽ കാര്യം കിട്ടും. എന്താന്ന് വെച്ചാല് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ? അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് കാന അഹ്വാത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. രണ്ടാമത്തെ ഒന്ന് ജമ്മു മുദക്കർ സാലിമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് രണ്ട് കായികകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? കാന ളുയൂഫുർ റഹ്മാൻ എന്ന് പറഞ്ഞാല് നമ്മള് റഹ്മാൻ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അല്ലെ. ളുയൂഫ് എന്ന് പറഞ്ഞാൽ ലൊയ്ഫിന്റെ, അതിഥി എന്നതിന്റെ ജം ആണ് ളുയൂഫ്. അപ്പൊ ഇവിടെ
ജമ്മാണ്, ഇസ്മ ജമ്മായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഖബർ എന്തിനാണോ നമ്മൾ ജമ്മായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോ പെട്ടെന്ന് നമുക്ക് കാണുമ്പോ കാനയുടെ ഖബർ നെസ്ബാണല്ലോ, അപ്പൊ മുക്കീമൻ എന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് മുക്കീമൻ എന്ന് നമ്മൾ ഓടിച്ചാടി പോയിട്ട് എന്ത് ചെയ്യരുത്, പിന്നെ നിങ്ങൾ കൊടുക്കരുത്. അപ്പൊ നന്നായിട്ട് നോക്കുക, ഇസ്മ മുഫ്രദാണോ എങ്കിൽ ഖബർ മുഫ്രദായിരിക്കും, ഇസ്മ മുസന്നയാണോ ഖബർ മുസന്നയായിരിക്കും, ഇസ്മ ജം ആണോ ഖബർ ജം ആയിരിക്കും. അപ്പൊ കാനയുടെ ഇസ്മിന് റഫാണ്, അതുപോലെ തന്നെ ഖബർ നസ്ബാണ് എല്ലാവർക്കും അറിയാം. അത് മാത്രം നോക്കിയിട്ട് മുക്കീമൻ എന്ന് കൊടുക്കരുത്, മറിച്ച് ആ ഇസ്മ അത് മുഫ്രദാണോ മുസന്നയാണോ ജം ആണോ എന്ന് കൂടുമ്പോൾ നോക്കണം. ഇവിടെ എന്താണ് ഇസ്മ ജം ആണ്, ദുയൂഫ് എന്നാണ്. അപ്പൊ നമ്മൾ ഏതാ കൊടുക്കേണ്ടത്, മുക്കീമൻ എന്നല്ല, മറിച്ച് മുക്കീമീൻ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ലൊയൂഫ് എന്ന സ്ഥലത്ത് ലൊയ്ഫ് ആണെങ്കിൽ, കാന ലൊയ്ഫുർ റഹ്മാൻ എന്നാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മുക്കീമൻ എന്ന് കൊടുക്കാം, കാരണം ലൊയ്ഫ് മുഫ്രദാണ് അല്ലെ. അപ്പൊ അതാണ് കാനയുടെ കാന അഖ്വാത്ത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ജമ്മു മുദക്കർ സാലിമാണ് അല്ലെ. ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു മുഫ്രദിനെ നമ്മൾ ജം ആക്കുന്ന സമയത്ത് ആ മുഫ്രദിലുള്ള പിന്നെ കലിമത്തുകൾ നമ്മൾ എന്ത് ചെയ്യില്ല, മാറ്റം വരുത്തൂല. ഇവിടെ മുക്കീം എന്നതിന്റെ ജം ആണ് മുക്കീമൂൻ എന്നുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ജമ്മു മുദക്കർ സാലിമിന് ഇറാബ് പറയാ? ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബ് എന്ന് പറയുമ്പോൾ അത് റഫ് ചെയ്യൽ എങ്ങനെയാണ്, നൂന് കൊണ്ടാണ് അല്ലെ. അങ്ങനെയാണോ? എങ്ങനെയാണ് റഫ് ചെയ്യാ? വാവ് കൊണ്ട്. ആ, വാവ് കൊണ്ടാണ് അല്ലെ. അപ്പോ മുക്കീമൂൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടെ എന്താണ്, റഫിന്റെ സാഹചര്യമാണ്, വാവ് കൊണ്ടായിരിക്കും റഫ് ചെയ്യാം. ഇനി നെസ്ബ് ചെയ്യലും അതുപോലെ തന്നെ ജെറ് ചെയ്യലും, നെസ്ബ് ചെയ്യലും ജെറ് ചെയ്യലും എങ്ങനെയാണ്, നമ്മൾ യാവ് കൊണ്ടാണ്. അപ്പൊ മുസ്ലിം എന്നതിന്റെ ജം ആണ് മുസ്ലിമൂൻ എന്നുള്ളത് അല്ലെ. അപ്പൊ ഞാൻ മുസ്ലിമീങ്ങളെ കണ്ടു എന്ന് പറയുമ്പോൾ റഅയ്തു മുസ്ലിമീന എന്ന് പറയാം, അപ്പൊ യാവ് കൊണ്ടാണ് അവിടെ നെസ്ബ്. ഞാൻ മുസ്ലിമീങ്ങളുടെ ഒപ്പം ഞാൻ നടന്നു അല്ലെ, മറർത്തു ബി മുസ്ലിമീന എന്നാണ് പറയാ. അപ്പോ ജെറ് ചെയ്യുന്ന സാഹചര്യവും നെസ്ബ് ചെയ്യുന്ന സാഹചര്യവും യാവ് കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്കിവിടെ എന്താണ്, ഒരു നെസ്ബിന്റെ സാഹചര്യമാണുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം, മുക്കീമൂൻ എന്നതിന്റെ മുക്കീമീൻ എന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, PYQ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, കാന ളുയൂഫുർ റഹ്മാനി മുഖീമീന ഫി മക്ക അല്ലേ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അക്മിൽ ഫറാഗ് ബി കലിമത്തിൻ മുനാസബത്തിൻ മിമ്മ ബൈനൽ ഖൗസൈനി. ഓക്കെ, താഴെ കൊടുത്തതില് നിങ്ങൾ യോജിച്ച കലിമത്തോണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വിട്ടുഭാഗം പൂരിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഹാദിഹി ഇത് ഡാഷ് മഖാലത്തിൻ അക്തുബുഹ എന്നാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പിന്നെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ട് കേട്ടോ. അവിടെ മക്കാലത്ത് എന്നുള്ളത് മക്കാലാത്ത് എന്നാണ് വരേണ്ടത്. മക്കാലത്ത് എന്നുള്ളത് സ്ഥലത്ത് മക്കാലത്തിന്റെ ജം ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കണം. ഹാദിഹി ഡാഷ് മക്കാലാത്തിൻ അക്തുബുഹ എന്നാണ്. അപ്പോ ഈ കാണുന്നത് ഞാൻ എഴുതിയിട്ടുള്ള 3 മക്കാലകളാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സലാസത്തു എന്നാണോ, അതോ അസ്താലിസ് എന്നാണോ, അതോ സലാസു എന്നാണോ, അതോ അസ്സലാസ്ത് എന്നാണോ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? മക്കാലത്ത് എന്നുള്ളത് മക്കാലാത്ത് എന്നാണ്, അങ്ങനെ അങ്ങനെ വായിക്കണം കേട്ടോ. ഏതായിരിക്കും കറക്റ്റ് വരിക? സലാസു. കാരണം ഇവിടെ പറഞ്ഞാൽ
നിങ്ങളെല്ലാരും പ്രതികരിക്കട്ടെ. അത് ഒരാൾ മാത്രമേ ഉള്ളൂ പറയുന്നത് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവായിട്ടാണോ എന്താണെന്ന് അറിയില്ല. എങ്ങനെയാണ് പറയാ? അതിന്റെ കാരണം എന്തുകൊണ്ടാ സലാസു എന്ന് നിങ്ങൾ പറഞ്ഞു? അതിന്റെ കാരണം എന്താണെന്നറിയോ? മൂന്ന് മുതൽ 10 വരെ അതിനോട് എതിരായിട്ട് വരുന്നു. യെസ്. 3 മുതൽ 10 വരെ, സലാസ് മുതൽ അഷർ വരെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതത് മഹദൂദ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ആദ്യമായിട്ട് മഹദൂദ് മുദക്കറാണോ മുഅന്നസ് ആണോ നോക്കണം. അപ്പൊ മഹദൂദിനോട് എതിരാവണം എന്നാണ് അല്ലെ. മഹദൂദ് മക്കാലാത്ത് എന്നാണല്ലോ. അപ്പൊ മക്കാലാത്ത് എന്ന് പറയുമ്പോ മക്കാലത്തിന്റെ ആണ് മക്കാലാത്ത്. മക്കാലത്ത് എന്നുള്ളത് മുഅന്നസ് ആണ്. അപ്പൊ നമ്മൾ സലാസ് നമ്മൾ എന്ത് ചെയ്യണം? മുദക്കറാക്കണം. അപ്പൊ സലാസ് എന്നുള്ളതാണ് കറക്റ്റ്. അപ്പൊ 3 മുതൽ 10 വരെയുള്ള നിയമം പറയുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്? മഹദൂദിനോട് അതത് എതിരായിരിക്കും. മഹദൂദ് മുദക്കർ ആണെങ്കിൽ അതത് മുഅന്നസ് ആയിരിക്കും. മഹദൂദ് മുഅന്നസ് ആണെങ്കിൽ അതത് മുദക്കർ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, മഹദൂദ് എപ്പോഴും ജംആയിട്ടാണ് ഉണ്ടാവുക അല്ലെ. എങ്ങനെ പറയാം നമ്മള്? സബ്അത്തു അയ്യാമിൻ എന്ന് പറയാം. യൗമ് എന്നല്ല, സബ്അത്തു അയ്യാമിൻ എന്നാണ് പറയാം അല്ലെ. അതുപോലെ തന്നെ സമാനിയത്തു ലയാലിൻ എന്നാണ് പറയാ. ലൈലത്ത് എന്നല്ല, ലയാലിൻ എന്നാണ് പറയാ. അപ്പൊ നമ്മള് ഒന്ന് അതതും മഹദൂദും എതിരായിരിക്കണം, ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, മഹദൂദ് എപ്പോഴും ആയിരിക്കണം. ആ ജമ്മ് തന്നെ മജ്റൂർ ആയിരിക്കണം. ഇവിടെ എങ്ങനെയാണ്? ഹാദിഹി സലാസു മഖാലാത്തിൻ അക്തുബുഹ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം അതത് മഹദൂദ് തന്നെയാണ്. ഫിൽ ഹഖ്ലി ഡാഷ് ബഖറത്തൻ. അഹദ അശ്റത്ത എന്നാണോ, ഇഹദ അശ്റ എന്നാണോ, അഹദ അശ്റ എന്നാണോ, അതോ ഇഹദ അശ്റത്ത എന്നാണോ? ഏതാണ് കറക്റ്റ്? ഡി. ബിയോ? ഡി. ഡി. കാരണം യോജിച്ചു വരണം. 11ഉം 12ഉം. ഓക്കെ. നമ്മള് 1ഉം 2ഉം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 11ഉം 12ഉം എന്ത് ചെയ്യണം? മഹദൂദിനോട് യോജിച്ചു വരണം. അപ്പോ യോജിച്ചു വരണം എന്ന് പറയുമ്പോൾ ആദ്യം മഹദൂദ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ബക്കറത്ത് എന്ന് പറഞ്ഞാൽ മുഅന്നസ് ആണ്. അപ്പൊ നമ്മൾ അഹദ് നമ്മൾ മുഅന്നസ് ആക്കണം, ഇഹദ എന്നാക്കണം. അശ്റയെ നമ്മൾ മുഅന്നസ് ആക്കണം, അശ്റത്ത എന്നാക്കണം. ഓക്കെ. ഇഹദ അശ്റത്ത ബക്കറത്തൻ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് 11 മുതൽ 99 വരെ, എല്ലാവരും ശ്രദ്ധിക്കുക, 11 മുതൽ 99 വരെ മഹദൂദ് എന്തായിരിക്കും? മുഫ്രദായിരിക്കും. അതുപോലെ തന്നെ തമ്മീസ് ആയിരിക്കും. തമ്മീസ് ആകുമ്പോ നസ്ബ് ആയിരിക്കും അല്ലെ. ബക്കറത്തൻ. 11 മുതൽ 99 വരെ ഈ നിയമം തന്നെയാണ്. മഹദൂദ് എപ്പോഴും എന്തായിരിക്കും? മുഫ്രദായിരിക്കും. അതുപോലെ തന്നെ തമ്മീസ് ആയിരിക്കും. ഓക്കെ. അതിൽ തന്നെ 11നും 12നും ഒരു പ്രത്യേക നിയമമുണ്ട്. അതാണ് ഈ പറഞ്ഞത്. 11ഉം 12ഉം പ്രത്യേകമായിട്ടുള്ള നിയമം എന്താണ്? അവിടെ മഹദൂദ് എന്താണോ അതന്നെ ആയിരിക്കും 2 ജുസുവും അല്ലെ. 11 മുതൽ 99 എന്ന് പറയുമ്പോൾ അവിടെ 2 ജുസുകൾ ഉണ്ടാവും. അപ്പൊ അഹദ അഷറ എന്ന് പറയുമ്പോൾ അഹദ എന്നുള്ള ജുസു ഉണ്ടാവും, അഷറ എന്നുള്ള ജുസു ഉണ്ടാവും. 2 ജുസു ഉണ്ടാവും. ഈ 2 ജുസുവും 11ലും 12ലും എന്ത് ചെയ്യണം? മഹദൂദിനോട് യോജിക്കണം. അപ്പൊ അഹദ് എന്നതിനെയും മുഅന്നസാക്കണം, പിന്നെ അഷർ എന്നതിനെയും മുഅന്നസാക്കണം. അങ്ങനെയാണ് ഇഹ്ദ അശ്റത. പിന്നെ മഹദൂദ് എന്താണ്? തമ്മീസ് ആക്കിയിട്ട് നസ്ബാക്കി അല്ലെ. ഇഹ്ദ അശ്റത ബക്കറത്തൻ. ഓക്കെ. അടുത്ത സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമമാണ്. സനഖുലി അല്ലെ, ഞാൻ ചെലവഴിക്കും. സലാസു ഡാഷ് ഫിസൂഖ്. സഅതൻ എന്നാണോ, സഅത്തിൻ എന്നാണോ, സഅതൻ എന്നാണോ, സഅത്തിൻ എന്നാണോ? ഏതാണ്? ഡി. ഡി ആണ് അല്ലെ. കാരണം നമ്മൾ 3 മുതൽ 10 വരെ നമ്മൾ പറഞ്ഞ എന്താണ്? ആദ്യം നമ്മൾ മഹദൂദ് എന്താണ് നോക്കണം അല്ലെ. സഅത്ത് ഇവിടെ അല്ല, ഇവിടെ നമുക്ക് മഹദൂദ് ഇല്ല, അതത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതത് സലാസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം മഹദൂദ് എന്താവണം? അതിനോട് എതിരാവണം. അപ്പോ ഇതില് എതിരായാൽ മാത്രം പോരാ, മഹദൂദ് എന്താവും വേണം? ജംആവുകയും വേണം.
ജം ആവുകയും പോരാ, എന്ത് ജെറും ചെയ്യണം? ജെറും അതിന് കൊടുക്കണം. ജറ് കൊടുക്കുകയും അല്ലേ. അപ്പൊ സഅത്തൻ എന്നുള്ളത് തെറ്റാണ്, സഅത്തിൻ എന്നുള്ളതാണ് ശരി. ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന് അതത് മഅദൂദ് പഠിക്കാം, അതായത് സലാസു സഅത്തിൻ ഫിസ്സൂഖി. അതിനപ്പുറം സഅത്ത് എന്നുള്ളത് എന്താണ്? ജമ്മു മുഅന്നസ് സാലിമാണ്. അങ്ങനെ വരുമ്പോ ജമ്മു മുഅന്നസ് സാലിമിന് ഇവിടെ നമ്മൾ ജറിന്റെ സാഹചര്യത്തിൽ നമ്മൾ സഅത്തിൻ എന്ന് കൊടുത്തു. ജമ്മു മുഅന്നസ് സാലിമിന്റെ നെസ്ബ് എന്തുകൊണ്ടാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നെസ്ബ് എങ്ങനെയായിരിക്കും? ജെറും ജറ് കൊണ്ട്. ആ നെസ്ബ് എങ്ങനെയാണ്? ജറ് കൊണ്ട് എന്നല്ല കേട്ടോ. കസറത്ത് കൊണ്ട്. കസറത്തുകൊണ്ട്. ഓക്കെ. അപ്പോ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അത് നമ്മൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യുമ്പോൾ തെറ്റിപ്പോണാണ് ഇതൊക്കെ. അപ്പൊ പെട്ടെന്ന് ഞാൻ മുസ്ലിം സ്ത്രീകളെ എന്ത് ചെയ്തു കണ്ടു എന്നാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ പറയേണ്ടത്? റഅയ്തു മുസ്ലിമാത്തി. മുസ്ലിമാത്തിൻ എന്നാണ് പറയേണ്ടത്. അത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വേറെ എവിടെയും നമ്മൾ അങ്ങനെ പിന്നെ കസ്റത്തോണ്ട് നസ്ബ് നമുക്ക് വേറെ എവിടെയും എനിക്ക് തോന്നുന്നു അറബിക്കില് വേറെ സ്ഥലത്തും അങ്ങനെ ഇല്ലാതെ തോന്നുന്നുണ്ട് അല്ലെ. കസ്റത്തോണ്ട് നസ്ബ് വേറെ എവിടെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ റഅയ്തു മുസ്ലിമ, പെട്ടെന്ന് മുസ്ലിമാത്തൻ എന്ന ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ സആത്തൻ എന്നൊക്കെ പറഞ്ഞ പോലെ മുസ്ലിമാത്തൻ എന്ന ഓപ്ഷനൊക്കെ ഉണ്ടാവും. അത് തെറ്റാണ്. അത് നല്ലോണം ശ്രദ്ധിക്കുക. ജമ്മു മുഅന്നസ് സാലിം ആകുമ്പോ അവിടെ എന്ത് ചെയ്യൽ പിന്നെ കസ്റത്ത് കൊണ്ടായിരിക്കും നസ്ബ് ചെയ്യുക. ജറ് പിന്നെ നമുക്ക് മാറിപ്പോകില്ല. ജറ് ഓൾറെഡി സഅത്തിൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ മാറിപ്പോകാൻ ചാൻസ് വരും. പക്ഷെ നല്ല ശ്രദ്ധിക്കേണ്ടത് അവിടെ കസ്റത്ത് കൊണ്ട് നസ്ബ് കസ്റത്ത് കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൂടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക. ഓക്കെ. സലാസു സഅത്തിൻ എന്നുള്ളതാണ് കറക്റ്റ്. കം ഉറുഫത്തൻ ഫി ഹാദൽ ബൈത്തി, ഈ വീട്ടിൽ എത്ര റൂമുകൾ ഉണ്ട് ഒരാൾ ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ ആൻസർ പറയാണ് ഫി ഹാദൽ ബൈത്തി, ഈ വീട്ടിലുണ്ട് ഡാഷ് ഉറഫിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? സബ്അത്ത എന്നാണോ, സബ്അത്തിൻ എന്നാണോ, സബ്ഉ എന്നാണോ, സബ്അ എന്നാണോ? ഏതാണ് കറക്റ്റ്? സി. ഓക്കെ, സബ്അ ആണല്ലേ. കാരണം എന്താ വെച്ചാല് നമ്മളിവിടെ എന്ത് ചെയ്തു? ഉറുഫത്ത് എന്നുള്ളത് മുഅന്നസ് ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? മുദക്കറാക്കണം, സബ്അ അല്ലേ. അപ്പൊ ഉറുഫത്ത് നമ്മൾ ജംആക്കി, ഉറുഫത്തിന്റെ ജമ്മാണ് ഉറഫ്. അപ്പൊ സബ്ഉ ഉറഫിൻ. ഓക്കെ. അപ്പൊ ചില ആൾക്കാർ പെട്ടെന്ന് ഇതിന്റെ ജംഅ നോക്കുന്ന സമയത്ത് ചിലപ്പോ ഉറഫ് എന്ന് കാണുമ്പോ ചിലപ്പോ നമുക്ക് അതൊരു മുഅന്നസാണ് ചിലപ്പോ നമുക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ജമ്മിലേക്കല്ല നോക്കേണ്ടത്, അതിന്റെ മുഫ്രദ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഉറഫ് എന്ന് പറയുമ്പോൾ ഉറുഫത്ത് ആണ്. അപ്പൊ അതിന്റെ എങ്ങനെയാണ്? സബ്ഉ എന്നാണ് കറക്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ ഹാലിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. ഫറാഗ് ഇസ്തഖദൽ ഔലാദു ഡാഷ് യൗമൽ ഈദ്. കുട്ടികൾ എന്ത് ചെയ്തു? കുട്ടികൾ മീൻസ് ആൺകുട്ടികൾ എന്ത് ചെയ്തു? ഉണർന്നു ഡാഷ് യൗമൽ ഈദ്, പെരുന്നാൾ ദിവസം. മുബക്കിരീൻ എന്നാണ്, മുബക്കിറൂന എന്നാണ്, മുബക്കിറാനി എന്നാണ്, മുബക്കിറാത്തിൻ എന്നാണോ? ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണല്ലേ. കാരണം ജമ്മു മുദക്കർ സാലിമാണ്. നമുക്കറിയാം ഹാല് എന്ന് പറഞ്ഞാൽ ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോ ആ പ്രവൃത്തി ചെയ്ത അവസ്ഥ എങ്ങനെയായിരുന്നു എന്നറിയിക്കാനാണ് നമ്മൾ അറബിക് ലിറ്ററേച്ചറിൽ നമ്മൾ ഹാല് ഉപയോഗിക്കുന്നത് അല്ലെ. ഇംഗ്ലീഷിൽ അതിന് അഡ്വർബോ എന്താന്ന് പറയാം. ഓക്കെ. നമ്മൾ സ്പീഡ്ലി, സ്ലോലി എന്നൊക്കെ പറയല്ലേ. അവൻ പോയി സ്ലോലി അല്ലെ, പതുക്കെ. അപ്പൊ അവൻ അങ്ങനെ ആ ഒരു പ്രയോഗമാണ് എന്ത് നമ്മൾ ഇംഗ്ലീഷ് അറബിക്കില് ഹാല് എന്ന് പറയുന്നത്. ഹാലിന് എപ്പോഴും എന്തായിരിക്കും? നെസ്ബായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഇവിടെ സോഹിബ് ഹാല് ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഹാലിന്റെ സോഹിബ് ആരാണ്? ഇവിടെ ഔലാദ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുബക്കിറിന്റെ
ഔലാദാണല്ലോ, കുട്ടികൾ ജമ്മാണ് അല്ലെ. അപ്പൊ നമ്മൾ മുബക്കിറൂൻ എന്നതിന്റെ ജം നോക്കാം. മുബക്കിറൂൻ എന്നുള്ളത് ജമ്മു മുദക്കർ സാലിം എന്ന് നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ നെസ്ബ് എങ്ങനെയാണ്? യാവ് കൊണ്ടാണ് മുബക്കിരീൻ എന്നാണ് വരിക. ഓക്കെ. ഇനി ഇവിടെ ഇസ്തൈഖലത്തിൽ ബനാത്തു എന്നാണെങ്കിലോ അപ്പൊ എങ്ങനെയാണ് വരിക? ശേഷം ബനാത്ത് എന്നാണെങ്കിൽ മുബക്കിറാത്തിൻ എങ്ങനെയാണ് നമ്മൾ മുബക്കിറാത്തിൻ അല്ലെ. മുബക്കിറാത്തിൻ, അതെ, നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്? അവിടെ കസ്റത്ത് കൊണ്ടാണ് നെസ്ബ് അല്ലെ. മുബക്കിറാത്തിൻ എന്നാണ് വരിക. ഇനി രണ്ടാൾക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെ വരിക? രണ്ടാൾക്കാരാണെങ്കിൽ ആര്? അതാണ്. ആണുങ്ങളോ പെണ്ണുങ്ങളോ? രണ്ട് ആൺകുട്ടികളാണെങ്കിൽ എങ്ങനെ വരിക? നെസ്ബിന്റെ സാഹചര്യത്തില് മുബക്കിറാനി. മുബക്കിറൈൻ എന്നാണ് വരിക. യാവ് കൊണ്ടല്ലേ നെസ്ബ് വരിക. നമ്മള് തസ്നിയാക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മള് എന്ത് ചെയ്യണം? അലിഫ് കൊണ്ട് റഫ് ചെയ്യും. യാവ് കൊണ്ടാണ് അല്ലെ. അതെ. മുസ്ലിമൈനി ശരിയാണ്. മുബക്കിറൈനി എന്നാണ് പറയാം. പിന്നെ അത് മുഅന്നസ് ആകുമ്പോ മുബക്കിറത്തൈനി എന്ന് വരും. ഓക്കെ. റഫ് ആണെങ്കിൽ മുബക്കിറത്താനി എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് നമ്മൾ PYക്ക് നോക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനും. അതിലുള്ള മറ്റു കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാൻ നോക്കിയാൽ നന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുബക്കിരീൻ എന്നുള്ളതാണ് ആൻസർ. അടുത്തത് ഒരു നമ്മളെ ഫീല് മുലാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇംലയിൽ ഫറദ് അൽ മുസാഫിറാനി ഡാഷ് സായിഖ് സയ്യാർ. രണ്ട് യാത്രക്കാർ, മുസാഫിറാനി രണ്ട് യാത്രക്കാര് ഒരു വണ്ടിയിലെ ഒരു ഡ്രൈവറിനെ എന്ത് ചെയ്തു? വിളിക്കുന്നു എന്നുള്ളതാണ് സംഭവം. അപ്പൊ അതിൽ ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്? യദ്ഉ എന്നാണോ, യദ്ഉവാനി എന്നാണോ, യദ്ഉന എന്നാണോ, തദ്ഉ എന്നാണോ? ഏതാണ് ഓപ്ഷൻ? ഓക്കെ, ബി ആണ് അല്ലെ. കാരണം ഇവിടെ രണ്ടാൾക്കാരാണ്. ഇവിടുത്തെ വെർബ്, ഇവിടുത്തെ ഫിയൽ ഏതാണ്? യദ്ഉ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സൊറഫ് നമ്മൾ പഠിക്കണം. സൊറഫ് പഠിച്ചിട്ടില്ല. 14 വസനുകളും എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ മാലിയും മുലാരിയും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ സൊറഫ് അറിഞ്ഞിരിക്കണം. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅലന അങ്ങനെയുള്ള മാലിയും യഫ്അലു യഫ്അലാനി യഫ്അലൂന അതും അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇല്ലത്തിന്റെ അർഫ് വരുമ്പോ, മുഅത്തല്ലായി വരുമ്പോൾ, ഇപ്പൊ ഇവിടെ മുഅത്തല്ലാണ് അല്ലെ, അങ്ങനെ വരുമ്പോ അതിന്റെ സൊറഫ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ യദ്ഉ എന്ന് പറയുമ്പോ യദ്ഉവാനി എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഫോം. അൽ മുസാഫിറാനി യദ്ഉവാനി എന്നാണ് പറയാ. ഇനി ഇവിടെ മുസാഫിറാനി എന്നുള്ളിടത്ത് നമ്മൾ എന്തുടാ? അൽ മുസാഫിറാനി എന്ന് പറഞ്ഞിട്ട് അവിടെ ലമ്മ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും മാറ്റം വരിക ഫീലില്? ആർക്കെങ്കിലും അറിയോ? ഒരു ലമ്മ് കൊടുത്തു, നമ്മൾ ജസ്മിന്റെ ഒരു ലമ്മ് കൊടുത്തു കഴിഞ്ഞാൽ യദ്ഉവാനി എന്നുള്ളതിന് എന്ത് മാറ്റാണ് നമ്മൾ ഇവിടെ കൊടുക്കുക? നൂനെ കളയൽ കൊണ്ടാണ് അവിടെ നമ്മൾ ജസ്മി അല്ലെ. അപ്പൊ എങ്ങനെയാണ് വരിക? ലം യദ്ഉവാ എന്ന് വരും. ഓക്കെ. അപ്പൊ മുഫ്രദിൽ എന്ത് മാറ്റാണ് വരിക? യദ്ഉ. ഇപ്പൊ അൽ മുസാഫിറു, ഉദാഹരണം പറഞ്ഞാൽ അൽ മുസാഫിർ എന്നാണ് യാത്രക്കാരൻ. ലം എന്ന് കൊടുത്തിട്ട് വരികയാണെങ്കിൽ യദ്ഉ എന്നത് എന്തെങ്കിലും മാറ്റം വരുമോ? വരികയാണെങ്കിൽ എന്താണ് വരിക? അല്ലെങ്കിൽ മാറ്റം വരൂല, അങ്ങനെ പറയാം. എന്തായിരിക്കും? അതെ, അതായത് മുഅത്തലിന് നമ്മള് അവസാനം മുഅത്തലായിട്ട് വന്നാൽ നമ്മള് ജസ്മിന്റെ ഹർഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവസാനം കളയൽ കൊണ്ടാണ് അവിടെ ജസ്മ്, അങ്ങനെയാണ് പറയാട്ടോ. അപ്പോ ലം യദ്ഉ എന്നേ പറയുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒന്ന്, ഒരു മുലാരിയായ ഫീല്. ഇത് എങ്ങനെയാണ് നമ്മൾ പറയാൻ നിട്ടില്ലേ? കാരണം ഫായിലിനനുസരിച്ചിട്ടുള്ള മുസാഫിറാനി അപ്പൊ രണ്ടാൾക്കാരാണ്. അപ്പൊ രണ്ടാമത്തെ ഫോമാണ് കൊടുക്കേണ്ടത്. മുദക്കർ വായിബിന്റെ രണ്ടാമത്തെ ഫോം. അപ്പൊ യദ്ഉ യദ്ഉവാനി എന്നുള്ളത്.
രണ്ടാമത്തത് ഒരു മുഅത്തല്ലായ ഒരു മുലാരി ആയിട്ടുള്ള ഫീൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജസ്മ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ജസ്മും നെസ്ബും അങ്ങനെ തന്നെയാണ് കേട്ടോ. ലൻ യദ്ഉവ എന്ന് പറയാ, അല്ലെങ്കിൽ ലം യദ്ഉവ എന്ന് പറയാ. ഓക്കെ, അപ്പോ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മള് മഫ്ഊലുകൾ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എത്ര മഫ്ഊലുകൾ ഉണ്ട് ടോട്ടൽ അറബിക്കില്? ടോട്ടൽ എത്ര ടൈപ്സ് ഉണ്ട് മഫ്ഊലുകൾ അറിയോ? 5. 5 ടൈപ്പ് മഫ്ഊലുകൾ ഉണ്ട് അല്ലെ? മഫ്ഊല് മഅഹു, മഫ്ഊല് ബിഹി, മഫ്ഊല് ലിഅജ്ലിഹി, മഫ്ഊല് ഫീഹി, മഫ്ഊല് മുത്ലഖ്. ഓക്കെ, 5 മഫ്ഊലുകൾ ഉണ്ട്. ഈ 5 മഫ്ഊലുകളും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സെറ്റിന് മാത്രമല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ PSCക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത സമയത്ത് ധാരാളം മഫ്ഊലുകളെ ക്വസ്റ്റ്യൻ കണ്ടു. അതുപോലെ കാറ്ററ്റിനും വരുന്നുണ്ട്. അപ്പോ ഈ മഫ്ഊലുകളുടെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിക്കാനും സുഖമാണ് കേട്ടോ. കാരണം 5 ടൈപ്പ് മഫ്ഊലുകൾ ഉള്ളത്, അതിനപ്പുറം മഫ്ഊലുകൾ ഇല്ല. ആ 5 ടൈപ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഓരോന്ന് പെട്ടെന്ന് കണ്ടാൽ തന്നെ ഇത് ഏത് ടൈപ്പ് മഫ്ഊലാണ് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. കൂടുതൽ ഡീപ്പായിട്ടുള്ള ചർച്ചകളൊന്നും മഫ്ഊലുകളുടെ ഭാഗത്ത് കൂടുതൽ ഉണ്ടാവാറില്ല. ഓക്കെ, നമ്മൾ ചോദ്യം വന്നിട്ടുള്ളത് അൽ മഫ്ഊലു ലി അജ്ലിഹി അല്ലെ? മഫ്ഊലു ലി അജ്ലിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു താരീഫ് ഒരു അങ്ങനെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു സമന അല്ലദി ഹസൽ ഫീഹിൽ ഫീൽ, ഒരു ഫിഅൽ സംഭവിച്ച സമയത്തെ അറിയിക്കുന്ന ഒരു മൻസൂബായിട്ടുള്ള ഇസ്മാണെന്ന് പറഞ്ഞു. രണ്ടെന്താ? ഇസ്മുൻ മൻസൂബ് ബൈനൽ യുബയ്യിനു എന്നാട്ടോ അൽ മക്കാന അല്ലദി ഹസല ഫീൽ ഫീൽ, ഒരു പ്രവൃത്തി നടന്ന സ്ഥലം വിവരിക്കുന്ന ഒരു മൻസൂബായിട്ടുള്ള ഇസ്മ. മൂന്നാമത്തത് ഇസ്മുൻ മൻസൂബിൻ വഖഅ അലൈഹിൽ ഫിഅൽ, ഒരാളെ ഒന്നിന്റെ മേലിൽ എന്ത് ചെയ്തു? ഒരു പ്രവൃത്തി നടന്നു, അതിന്റെ മേലിൽ അറിയിക്കുന്ന മൻസൂബായിട്ടുള്ള ഇസ്മ. നാലാമത്തത് ഇസ്മുൻ മൻസൂബൻ യുബയ്യിനു സബബൽ ഫീലി, ഒരു പ്രവൃത്തി നടന്ന കാരണം വ്യക്തമാക്കുന്ന മൻസൂബായിട്ടുള്ള ഇസ്മ. ഇതിലേതാണ് അൽ മഫ്ഊൽ ലി അജ്ലിഹി എന്ന് പറയുന്നത്? സബബ്. കാരണം ഇത് മഫ്ഊൽ ലി അജ്ലിഹി അല്ലെങ്കിൽ മഫ്ഊൽ ലഹു എന്ന് പറയും. അത് ആ ടേമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നടന്നാണല്ലേ. അതെ, നമ്മൾ സിമ്പിൾ ആണ്. അപ്പോ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കാമത്തുല്ലാബു, വിദ്യാർത്ഥികൾ എണീറ്റ് നിന്നു, ഇക്രാമല്ലി ഉസ്താദിൽ, അവരുടെ ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുട്ടികൾ നിന്ന കാരണം എന്തായിരുന്നു? ഇക്രാമൻ അല്ലെ, ബഹുമാനിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു. അതാണ് മഫ്ഊലിന്റെ ഉദാഹരണം. ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് ഏത് മഫ്ഊലിന്റെ താരീഫാണെന്ന് അറിയോ? ഇസ്മുൻ മൻസൂബുൻ വഖഅ അലൈഹിൽ ഫിഅൽ എന്ന് പറയുന്നത് ഏതാണെന്ന്? മഫ്ഊലും ബിഹി ഉണ്ട്. അതായത് ഡയറക്റ്റ് മഫ്ഊല്. നമ്മൾ നേരെ ഇപ്പൊ ലറബ സെയ്ദുൻ അംറൻ, സെയ്ദ് അംറിനെ അടിച്ചു, അപ്പോ അത് ഡയറക്റ്റ് ആണ്. അതുപോലെ റഅയ്തു, ഞാൻ കണ്ടു, ഷജറത്തൻ, ഞാൻ ഒരു മരത്തെ കണ്ടു, അതൊക്കെ ഡയറക്റ്റ് ആണല്ലേ. നമ്മുടെ പ്രവൃത്തി ഡയറക്റ്റ് അതിന്റെ മേലിൽ സംഭവിച്ചു, അതിന് നമ്മൾ മഫ്ഊല് ബിഹി എന്ന് പറയാം. ഓപ്ഷൻ എ ഏതാണെന്ന് അറിയോ? നമ്മൾ സമാനും അതുപോലെ മക്കാനും. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എന്താണ്? രണ്ടും മഫ്ഊല് ഫീഹിയാണ്. മഫ്ഊല് ഫീഹി നമ്മള് വേറെ രൂപത്തിൽ നമുക്ക് പറയാം, ലൊർഫ് എന്നും നമുക്ക് പറയാൻ പറ്റും. മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ ലൊർഫായിരിക്കും, അതായത് ഒരു സമയത്തെയോ അല്ലെങ്കിൽ പിന്നെ ഒരു സ്ഥലത്തെയോ അറിയിക്കുന്ന മഫ്ഊലുകൾ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയണെന്ത്? സ്വല്ലൈതു അൽ മസ്ജിദ എന്ന് പറഞ്ഞു. അവിടെ വേണമെങ്കിൽ സ്വല്ലത്തു ഫിൽ മസ്ജിദി എന്ന് പറയാം, അങ്ങനെയും പറയാം, സ്വല്ലൈത്തുൽ മസ്ജിദ എന്നും പറയാം. അതിനർത്ഥം എന്താണ്? ഞാൻ നിസ്കരിച്ച സ്ഥലം ഏതായിരുന്നു? പള്ളിയാണ് എന്ന് പറയാം. മനസ്സിലായോ? അതുപോലെ പിന്നെ നമ്മൾ പറയണെന്ത്? പിന്നെ ശരിബ്തു സ്വബാഹൻ, ശരിബ്തുൽ മാ സ്വബാഹൻ അല്ലെ, അതായത് ഞാൻ വെള്ളം കുടിച്ചു, അതായത് സ്വബാഹൻ എന്ന് പറയുമ്പോൾ ആ സമയം, ഞാൻ വെള്ളം കുടിച്ച സമയം. അപ്പൊ അങ്ങനെ സമയത്തിനെയോ അല്ലെങ്കിൽ സ്ഥലത്തിനെയോ അറിയിക്കുന്ന മൻസൂബായിട്ടുള്ള ഇസ്മിനാണ് നമ്മൾ മഫ്ഊൽ ഫീഹി. അപ്പൊ ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? മഫ്ഊൽ ഫീഹി എന്താണെന്ന് പഠിച്ചു, മഫ്ഊൽ ബിഹി എന്താണെന്ന് പഠിച്ചു, മഫ്ഊൽ ലഹു അല്ലെങ്കിൽ മഫ്ഊൽ ലി അജ്ലിഹി എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ബാക്കിയുള്ള 2 മഫ്ഊൽ ഏതൊക്കെയാണ്? മഫ്ഊൽ മഅഹു ഉണ്ട്, അതുപോലെ തന്നെ മഫ്ഊൽ മുത്ലഖ് ഉണ്ട് അല്ലെ. മഫ്ഊൽ മഅഹു വളരെ സിമ്പിൾ ആണ്. കാരണം അവിടെ ഒരു മഅ എന്നൊരു അർത്ഥം ഉണ്ടാവും. അതിനേക്കാളും ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാല്
അവിടെ ഒരു മയ്യത്തിന്റെ വാവ് ഉണ്ടാവും. അതായത് അവിടെ ഒരു വാവ് ഉണ്ടായിരിക്കും, അതിന്റെ അർത്ഥം എന്നായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എന്ത് പറയാ, പിന്നെ നമ്മൾ പറയില്ല, ഇപ്പൊ നോമ്പ് തുറന്ന് പിന്നെ നമ്മൾ നോമ്പ് തുറന്നു, പിന്നെ പിന്നെ ഉറൂബ ഷംസി അല്ലെ, അതായത് പിന്നെ സൂര്യൻ അസ്തമിക്കലോടുകൂടെ എന്നാണ്. അപ്പൊ അവിടെ വാവ് എന്തിന്റെ അർത്ഥാണ്? എന്റെ അർത്ഥാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് മഷയിത്തു, ഞാനിങ്ങനെ നടന്നു, ഞാൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു അല്ലെ, പിന്നെ വതുലു അശംസി എന്ന് പറഞ്ഞു. അപ്പോ അതിനർത്ഥം എന്താ? വതുലു അശംസി എന്ന് പറഞ്ഞാൽ അല്ലെ, വാവ് വേണ്ടി തുലു എന്നാണ്. അപ്പൊ തുലു എന്നുള്ളത് മഫൂല് മഅഹുവാണ്. പക്ഷെ ആ വാവിന്റെ അർത്ഥം ഒരു എന്റെ അർത്ഥമാണ്, സൂര്യൻ ഉദിക്കലോട് കൂടെ. അപ്പൊ സൂര്യ ഉദിക്കലും നിന്റെ നടത്തം ഒരുമിച്ചായിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? ഇപ്പൊ മഫൂല് മഅഹു കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. അവിടെ ഒരു വാവ് ഉണ്ടോ നോക്കുക, വാവ് കഴിഞ്ഞിട്ടുള്ള ഇസ്മിന് നെസ്ബു ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് അവിടെ ഒരു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എന്റെ അർത്ഥം കൂടി വെച്ചു കൊടുക്കുക. അത് രണ്ടും ഓക്കെ ആണെങ്കിൽ അവിടെ മഫ്ഊല് മഅഹുവാണ്. ഇനിയുള്ള ടൈപ്പാണ് മഫ്ഊല് മുത്ലഖ് അല്ലെ. മഫ്ഊല് മുത്ലഖ് നമ്മൾ എന്തിനാ കൊടുക്കുന്നത് വെച്ചാല്, നമ്മളിപ്പോ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രവൃത്തി ഒന്ന് തൗക്കീദ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നൗഅ് എങ്ങനെയാണ് ചെയ്തതെന്നോ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ എണ്ണം വ്യക്തമാക്കാൻ. നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ സ്വല്ലൈതു, നിസ്കരിച്ചു, പിന്നെ റകഅത്തൈൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? ഞാൻ നിസ്കരിച്ച നിസ്കാരം റകഅത്തൈൻ, അവിടെ എന്താണ്, 2 റകഅത്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു പ്രവൃത്തിയുടെ എണ്ണമോ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ ടൈപ്പ് നൗഅോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ തൗക്കീദ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മഫ്ഊലാണ് മഫ്ഊല് മുത്ലഖ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 5 ടൈപ്പ് മഫ്ഊലുകൾ. ഈ 5 മഫ്ഊലുകളും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ടും എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അൽ മഫ്ഊലു ലിഅജ്ലിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു സബബൽ ഫിഅലി, ഒരു ഫീലിന്റെ കാരണം വ്യക്തമാക്കുന്ന ഒരു മൻസൂബായിട്ടുള്ള ഇസ്മാണ്. ഓക്കെ, അൽ ഹംസത്തുല്ലത്തി, അടുത്തൊരു ഭാഗമാണ് ഹംസത്തുൽ ഖത്ഇ, അതുപോലെ തന്നെ ഹംസത്തുൽ വസ്ലി. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അറബിക് പഠിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? ഹംസത്തുൽ വസ്ലും അതുപോലെ തന്നെ ഹംസത്തുൽ ഖത്ഉം. ഓക്കെ, അൽ ഹംസത്തുല്ലത്തി, ഒരു ഹംസ, അല്ലത്തി തഅതി ഫിൽ മാലി റുബാഇ വ അംരിഹി വ മസ്ദരിഹി, അതായത് ഒരു റുബാഇ ആയിട്ടൊരു ഫീലിന്റെ അതിന്റെ മാദിയിലും അതിന്റെ അമ്രിലും അതിന്റെ മസ്ദറിലും. റുബാഇ എന്ന് പറയുമ്പോൾ ഏതാണ്? പിന്നെ അതിൽ വരുന്ന ഹംസകള് അല്ലെ, 4 അക്ഷരമുള്ള, അതായത് പിന്നെ അക്രമ അല്ലെ, അക്രമ, യുക്രിമു, ഇക്രാമൻ. അപ്പൊ അക്രമ എന്ന മാലിയായ ഫീല്, അതിന്റെ അമ്ര എങ്ങനെ വരിക? അക്രമന്റെ അമ്ര എങ്ങനെയാണ് വരിക? ഇക്രീം. അക്കരിം. അക്കിരി. അക്രിം അല്ലെ, അഫ്ഇൽ എന്നാണ് വരിക, അക്രിം. ഓക്കെ, അപ്പോ അതിന്റെ മാലി എങ്ങനെയാണ്? അക്രമ, അമ്ര അക്രിം, മസ്ദർ എങ്ങനെയാണ് വരിക? ഇക്രാമൻ. ഇക്രാമൻ. ഈ മൂന്നിലും വരുന്ന ഹംസ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഹംസത്തുൽ ഖത്ഇ ആണോ, ഹംസത്തുൽ വസ്ൽ ആണോ, ഹംസത്തുൽ ഇസ്തിഫ്ഹാം ആണോ, അതോ ലൈസത്ത് വാഹിദും? ഈ പറഞ്ഞതിലൊന്നും ആൻസർ ഇല്ലേ? ഏതാണ് അറിയോ? എല്ലാരും പോയോ? ടൈപ്പ് ആ, വസ്സില്. ഹംസത്തുൽ ഖത്ഇ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ റുബായിയായ ഫീലില് ഈ ഹംസത്തുൽ ഖത്ഉം വസ്ലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ എവിടേക്കാണ് വരിക എന്നുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സെഷൻ പരിമിതാണ്. നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ, സെഷൻ കഴിഞ്ഞാലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ റുബായി ആയിട്ടുള്ള ഒരു ഫിഅല്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അക്രമ യുക്രിമു ഇക്രാമൻ എന്ന ആ ഒരു ഫിഅലിലെ മാദിയിലും, അതായത് അക്രമ, അതിന്റെ അമ്രിലും അക്രിം, അതിന്റെ മസ്ദറിലും ഇക്രാമൻ, ഇതിലൊക്കെ വരുന്ന ഹംസ ഏതാണ്? അത് ഖത്ഇന്റെ ഹംസയാണ്. ഖത്ഇന്റെ ഹംസ എന്ന് പറയുമ്പോൾ
നമ്മൾ ചേർത്തി പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യൂല, ഹംസയെ നമ്മള് പിന്നെ നമ്മള് സംസാരത്തിൽ നമ്മൾ ഹംസനെ കളയൂല. നമ്മൾ ഹംസയെ വ്യക്തമാക്കിയിട്ട് തന്നെ പറയാം. ബി ഇക്റാമിൻ എന്ന് തന്നെ പറയാം. ബി ഇക്റാമിൻ എന്ന് തന്നെ പറയാം, അല്ലാതെ ബിക്റാമിൻ എന്നല്ല. ബി ഇക്റാം. ഹംസയെ നമ്മൾ കത്തുക ചെയ്ത് അതിനെ വേറിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പറയും. പക്ഷെ നമ്മള് ബാക്കിയുള്ളതിലൊക്കെ നമ്മളിപ്പോ സുദാസിയിലും നമ്മള് അങ്ങനെയല്ലേ വരെ. പിന്നെ ഇപ്പോ ഇസ്തഫലൊക്കെ നമ്മള് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയില്ല, അതിനെ ബി ഇസ്തഫല എന്ന് പറയില്ല. അപ്പോ അതൊക്കെ എന്താണ്, വസ്ലിന്റെയാണ്. അപ്പൊ അത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും ആ ഭാഗത്ത് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ സെഷന് കഴിഞ്ഞിട്ടോ പിന്നെ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം. ഹംസത്തുൽ ഖത്ഇന്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഹംസത്തുൽ വസ്ലിന്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അടുത്ത ചോദ്യമാണ്, ഇതെല്ലാവർക്കും ഡൗട്ട് വരുന്നത്, എത്ര പഠിച്ചു കഴിഞ്ഞാലും പിന്നെയും സംശയം വരുന്നതാണ്. ഇസ്മുൽ മുഅറബ് ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ. ഒരു മുഅറബായിട്ടുള്ള ഇസ്മാണ്, അതിന്റെ അവസാനം അലിഫായിരിക്കും. ഇതിന് മക്സൂർ. മംദൂദ്, മക്സൂർ, മങ്കൂസ് അല്ലെങ്കിൽ മുഅറബ് ഏതാണ് പറയാ? മക്സൂർ. മക്സൂർ അല്ലെ. ഈ മങ്കൂസും മക്സൂറും നമുക്ക് ചെറുപ്പം നിങ്ങൾ എങ്ങനെ പഠിച്ചത്? ഇത് മക്സൂറാണ് അങ്ങനെ കാണാതെ പഠിച്ചു പോകുന്നതോ അല്ലെങ്കിലും പിന്നെ കണക്ഷൻ വെച്ചിട്ട് പഠിച്ചതാണോ? പെട്ടെന്ന് മക്സൂർ എന്ന് പറഞ്ഞാല് അങ്ങനെ പഠിച്ചു പോകുന്നതാ, അതോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ? അത് കാണുമ്പോ അങ്ങോട്ട് എഴുതും അതിന്റെ ഉത്തരം. അപ്പൊ മക്സൂർ ആയിട്ടുണ്ട് വരും. ചിലതൊക്കെ അങ്ങനെയാണ്. ആ അത് നമ്മളൊരു ക്വാളിറ്റി ആണത്. നമ്മള് പിന്നെ അങ്ങനെ നമുക്ക് തോന്നുന്നതന്നെ നമ്മളൊരു എന്താ പറയാ, നമ്മളെ ഒരു അപ്ഡേഷൻ ആണ്. ഓക്കെ. അപ്പോ ഇതിന്റെ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പുറത്തു വരൊന്നും വേണ്ട. ഈ മീറ്റുള്ള ആൾക്കാർ ഇത് നിങ്ങളെ ഇടയിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ എന്താ വെച്ചാൽ എനിക്കിത് അത്ര ഡൗട്ട് ഉണ്ടായിരുന്നു പഠിക്കണ സമയത്ത്. ഈ മങ്കൂസും മക്സൂസും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാല്, നമ്മള് ഈ മങ്കൂസ് എന്ന് പറയുമ്പോൾ അറിയോ എന്താണ് മങ്കൂസ ഇസ്മ എന്താ അറിയോ? മംദൂദും മക്സൂർ അല്ലേ ഡൗട്ട് വരിക? മങ്കൂസും മക്സൂറും. മങ്കൂസ് മക്സൂർ ഞാൻ പറഞ്ഞേ. മക്സൂറൂടെ പറഞ്ഞു. മക്സൂർ എന്താന്നൂടെ പറഞ്ഞു. മങ്കൂസ് എന്താന്ന് അറിയോ? മങ്കൂസ് യാ അല്ലേ? ഞാൻ പഠിക്കുന്ന പറയാണ്, അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഞാൻ ഒന്നല്ല പറയണത്. എനിക്ക് ഡൗട്ട് വന്നപ്പോ അവസാനം ഇതിപ്പോ എങ്ങനെയാണെന്ന് കണക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ എത്തിച്ചേർന്നൊരു പോയിന്റ് എന്താന്ന് വെച്ചാല്, നമ്മള് ഇംഗ്ലീഷിൽ നമ്മള് കുരങ്ങനെന്ന് പറയാ, മങ്കി എന്ന് നമ്മൾ പറയും. അപ്പൊ കുരങ്ങനെ ഓൾറെഡി ഒരു വാലുണ്ടാവുമല്ലോ. അപ്പോ ആ വാല് ഞാൻ എന്ത് ചെയ്തു, ഒരു യാ ആയിട്ട് ഒരു വാലിന്റെ ഷേപ്പ് അവസാനം. അപ്പൊ മങ്കൂസ് എന്ന് പറയുമ്പോ മങ്കി എന്നാക്കിയാൽ മതി. ആ മങ്കി ആകുമ്പോ വാലുണ്ടാവും, അപ്പൊ യാ ആയിരിക്കും. അങ്ങനെയായിരുന്നു ഒരു കണക്ഷൻ വെച്ച് പഠിച്ചത്. അപ്പൊ ഇത് നിങ്ങളെ മൈൻഡിൽ ഒതുക്കിയാൽ മതി. പുറത്തെ എന്തേണ്ട എത്തിക്കണ്ട. ഓക്കെ. ഞാൻ പഠിച്ചത് കാവി മങ്കോസ് മോല് തോന്നിയിരുന്നു. അവിടെ കാവി പല മങ്കോസ് മോല് തോന്നി. അത് പറ്റും. അങ്ങനെ എന്ത് ചെയ്യണം, എന്തെങ്കിലും കണക്ഷൻ പരമാവധി ഇങ്ങനത്തെ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് കോമ്പറ്റീവ് എക്സാമിന് പോകുമ്പോ നമ്മൾ കായികകൾ നേരെ പഠിക്കുന്നത്. ഞാൻ എന്റെ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ഇത് പങ്കെടുത്ത ആൾക്കാരുണ്ടെ പറയാം. ഞാൻ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നെഹ്വിന്റെ കായിക പഠിക്കുമ്പോ നമ്മളിങ്ങനെ കാനന്റെ ഇസ്മിൻ റഫ്, ഖബർ നസ്ബ്, ഖാന്റെ ഇന്നന്റെ ഇസ്മിൻ നസ്ബ്, ഖബർ റഫ്, അങ്ങനെ നമ്മൾ കായികകൾ ഇങ്ങനെ പഠിക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണം പഠിക്കാം. രണ്ട് ഉദാഹരണം പഠിച്ചാൽ മതി. അതെ അതെ സംശയം വരില്ല. അതെ. അതേപോലെ ഇന്നല്ലാഹു മലായിക്കത്ത് എന്ന് പറയുമ്പോ തന്നെ അവിടെയും ഈ സംഭവം ഉണ്ട്. ഏത് ഇന്നല്ലാഹ നമ്മൾ പറയണത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്പൊ എന്തെങ്കിലും എല്ലാ നിയമങ്ങളും പഠിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാല്, പിന്നെ എന്തെങ്കിലും അതുമായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാൻ പറ്റും നോക്കണം. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യുള്ളൂ. മറ്റേത്
നമുക്ക് കായികകൾ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇപ്പൊ ഒരു ചോദ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ഒരു ഉദാഹരണം നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ജമ്മു മുദക്കർ സാലിം എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിമൂൻ എന്നൊരു ഉദാഹരണം നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഉണ്ടാവുമ്പോൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും നെഹവ് പിന്നെ അങ്ങനെ നെഹവ് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ അങ്ങനെ പഠിച്ചിട്ടോ. മങ്കൂസ് പറയുമ്പോ അപ്പൊ അവസാനം ആണ്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ എടുത്തന്നെ പറഞ്ഞ മക്സൂർ, അപ്പൊ അത് അലിഫാണ്. ഓക്കെ, അപ്പൊ അതിന് ചോദിച്ചത് എങ്ങനെയാണ് ആഖിറു അലിഫ് വന്നത്, അതിന് മക്സൂർ എന്ന് പറയും. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. ഇത് ധാരാളം പ്രീവിയസിൽ കണ്ടിട്ടുണ്ട്. അഫ്ആലു ശുറൂ എന്നൊരു സംഭവങ്ങൾ അല്ലെ. അഫ്ആലു ശുറൂ എന്ന് പറഞ്ഞാല് നമ്മള് ശുറൂ എന്ന് പറഞ്ഞാല് നമ്മൾ കാര്യം തുടങ്ങുക എന്നൊക്കെയാണ് ഷറ എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ അതിന് കുറച്ച് ഫീലുകൾ ഉണ്ട്. നമ്മൾ തുടങ്ങുക എന്ന അർത്ഥം വരുന്ന കുറച്ച് ഫീലുകൾ ഉണ്ട്. തദുല്ലു അഫ്ആലു ശുറൂഇ, തുടക്കത്തിന്റെ ഫീലുകൾ, നമ്മൾ തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീലല്ലേ, അത് അറിയിക്കും എന്തിനു മേലെ അല ശുറൂഇ വൽ ബദ്ഇ, ഒരു കാര്യം തുടങ്ങലെ ആരംഭിക്കുക എന്നതിന് മേലെ അറിയിക്കും. ഫിൽ ഖബരി അല്ലെ, ഒരു കാര്യം. വഹിയ, അത് എത്ര ഉണ്ട് ആർക്കെങ്കിലും അറിയോ? തിസ്അത്താണോ, അശറത്താണോ, സലാസത്താണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോഴത്തെ എക്സാമുകളൊന്നും കാണുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ എക്സാമില് ഷുറൂലിൽ പെട്ട ഫീലുകൾ ഏതൊക്കെയാന്ന് ചോദിക്കാറുണ്ട്. അല്ലാതെ എത്രണ്ണാന്നുള്ള സംഭവം ഇപ്പോ ഇത് 2011 വന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താണ് നമ്മുടെ ഈ സെഷനിലേക്ക് ഉൾപ്പെടുത്തിയതാണ്. ആർക്കെങ്കിലും അറിയോ? അല്ലെങ്കിൽ കറക്റ്റ് എണ്ണം അറിയുന്നവർ എണ്ണം പറയാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അഫ്ആലു ശുറൂ ഒരു എണ്ണം ഇങ്ങനെ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. അത് മൂന്നും അറിയാം, മൊത്തം എത്ര ഉണ്ടെന്ന് അറിയില്ല. എങ്കിലും അറിയോ? എനിവൺ? കാദ, കറുബ, ഔഷക്ക, അതൊക്കെയാണോ സർ? കാദ കർബ അഫ്ആൽ മുഖാറബയാണ്, അത് അഫ്ആൽ ശുറൂ അല്ല. അത് അഫ്ആൽ മുഖാറബയാണ്. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ അതെ അതെ അതെ. പോരട്ടെ നമുക്ക് ഇങ്ങനെ എണ്ണി നോക്കാം അല്ലെ. അങ്ങനെ അറിയുന്നവരിങ്ങനെ പറയാം നമുക്ക്. അപ്പൊ ഇങ്ങനെ എണ്ണി നോക്കാം. ഇന്റെ അടുത്ത് കറക്റ്റ് എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ നേരെ എണ്ണം പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്റെ അടുത്ത് ഇല്ലാത്തോണ്ടല്ല. പക്ഷെ നിങ്ങള് ചർച്ചയിലൂടെ കിട്ടുമ്പോ നമ്മള് പെട്ടെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും. എന്നാ അറിയുന്നത് ഓരോന്നും പറയാം. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം. നിങ്ങൾക്ക് അറിയണത് പറയാതിരിക്കുന്നുള്ളത്. ഒന്ന് ഷറ ഞാൻ പറയാം, ഇന്റെ വകയായിട്ട് ഷറ അതൊന്നാണ്. ബാക്കി പറയട്ടെ. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. അഹദ, തൗഫീഖ. അഖദ, തൗഫീഖ. ഓക്കെ, 3 ടോട്ടല്. വേറെ ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ വേണേ ഞാൻ പറഞ്ഞ ബദ. ഓക്കെ അല്ലേ? ഇപ്പൊ 4 അൻഷ. ഓക്കെ, 5 കാമ 6. 6 പോരാ. തൊഫീഖ ഉണ്ട്, അത് പറഞ്ഞു. ഓക്കെ, 7 ജാല 8. ഓടുന്നതൊക്കെ വരുന്നേ. ഒന്നുകൂടി ഉണ്ട്. അക്ബല ഉണ്ടോ? ഞാൻ കേട്ടില്ല. അങ്ങനെ ഉണ്ടോ? വെറുതെ പറഞ്ഞു നോക്കിയതാ. അഥവാ ബിരിയാണി കിട്ടിയാലോ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു നോക്കിയതാ. അതങ്ങനെ ഉണ്ടോ? അക്ബല ഉണ്ടോ? ഞാൻ നോക്കിയത് പദ്യത്തിന്റെ തുടക്കം അക്ബല സുബ്ഹു യുഗന്നി, അപ്പൊ അത് അഫ്ആലു ശുറൂഅ അല്ല. ഒരു പദ്യത്തിന്റെ തുടക്കം വരുന്ന ലഫ്ളുകള് അതിനർത്ഥം തുടങ്ങാന്നല്ലോ. അങ്ങനെയാ. പിന്നെ നമ്മള് പിന്നെ ഇമ്രുൽ ഖൈസിന്റെ എങ്ങനെയാണ് തുടക്കം? മുഅല്ലഖന്റെ അപ്പൊ അതൊക്കെ തുടക്കം വെക്കണ്ടല്ലേ? അതല്ല ഉദ്ദേശിക്കണേ. ഇത് തുടങ്ങാന്നുള്ള അർത്ഥം കിട്ടും ഇതിനൊക്കെ. അതായത് ഷറ എന്ന് പറഞ്ഞാലും ബദ എന്ന് പറഞ്ഞാലും അൻഷ എന്ന് പറയും. നിങ്ങളുണ്ടല്ലോ അൻഷയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓരോരുത്തരെ ഹിസ്റ്ററി വായിക്കുന്ന സമയത്തല്ലേ അദ്ദേഹം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ജഅല ഉണ്ടാവും തുടങ്ങിയതിന്.
പിന്നെ കാമ ഉണ്ടാവും തുടങ്ങിയത് അല്ലെ. കാമ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാമ ബി തൈലീഫി എന്ന് കണ്ടിട്ടില്ലേ? അദ്ദേഹം രചന തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അഹദ ഉണ്ട്. പിന്നെ ഇമ്പരി എന്ന് പറഞ്ഞിട്ടൊരു ഫീൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രണ്ണായി? 9. ഇനി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ, ഗ്രൂപ്പിലോ. എന്റെ അറിവിൽ 9 ഞാൻ പഠിച്ചിട്ടുള്ളത്. ഷറഅ, 10 ബദഅ, അൻഷഅ, ജഅല, തൗഫിഖ, ഖാമ, അഖദ, ഇംബരിയ, അതുപോലെ ഹബ്ബ. ഇത്രയും കാര്യങ്ങളാണ് ആ ലിസ്റ്റ് അക്കബലല്ലേ സാറേ? അക്കബല ഉണ്ടോ? അതാ ചോദിച്ചേ. അക്കബല ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് നോക്കണേ ഏതായാലും ഉണ്ടോ എന്നുള്ളത്. ഞാൻ മുന്നിട്ടൂന്നല്ലേ? ഞാന് ശ്രദ്ധിച്ച് നോക്കിയതില് കണ്ടിട്ടില്ല. ഞാൻ 9 കണ്ടിട്ടുള്ളത്. അക്ബല പറഞ്ഞാ മുന്നിട്ടൂന്നല്ല അർത്ഥം. അക്ബല അതുബറ അക്ബര അങ്ങനെ അർത്ഥമുണ്ട്. മുന്നിട്ടു അല്ല അങ്ങനെയല്ല. പിന്നിട്ടു. ഇനിയിപ്പോ അല്ലെ നമ്മളിപ്പോ ജഅല എന്നൊക്കെ പറഞ്ഞ ശരിക്കും അർത്ഥം ആക്കി എന്നൊക്കെയാണ്. പക്ഷെ അത് ഷുറൂവിന് നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണല്ലോ. പക്ഷെ നമ്മൾ എന്തിനു ഉപയോഗിക്കും? നമ്മൾ ഷുറൂവിന് ഉപയോഗിക്കും. അതാണ് സംഭവം. അഹദ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ എടുത്തു എന്ന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അഹദ എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അക്ബല എന്നുള്ളത് നമ്മൾ ഈ ഒരു അർത്ഥം ആയതുകൊണ്ട് ഷുറു അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ ഷുറൂവിന്റെ അവിടെ കണ്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ വെറുതെ ഒന്ന് ഗസ് ചെയ്താണോ? അല്ല, ഏതോ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്. ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു അറിവ് തിരുത്തേണ്ടി വരും. ഓക്കെ, അങ്ങനെ അശ്രത്താക്കേണ്ടി വരും അല്ലെ. ഓക്കെ, ഏതായാലും ഈ എണ്ണങ്ങളൊന്നും ഇപ്പത്തെ എക്സാമിന് പ്രാധാന്യമല്ല. കാരണം എന്താ വെച്ചാലേ ഇത് എനിക്ക് തോന്നുന്നു 2011 ചോദിച്ചതാണ്. ഇപ്പോ ഈ കുറെ കിതാബുകളും ഷറഹുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ പിന്നെ എന്താ വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പൊ എണ്ണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഏതായാലും ഈ നിങ്ങൾ എന്ത് പഠിക്കണ്ട വെച്ചാല് അഫ്ആലു ശുറൂകൾ ഏതൊക്കെയാണെന്നുള്ള അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ തിസ്അത്താണ് ഇപ്പോഴുള്ള അറിവ് കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അക്ബല എന്നുള്ളത് വേറെ ഏതെങ്കിലും സംശയം ഉണ്ടോ? അക്ബല എന്നല്ലാത്ത? ഇല്ലല്ലോ. ഹലോ. ഓക്കെ ഓക്കെ, ഏതായാലും നിങ്ങൾ അഫ്ആലു ശുറൂ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കും. അടുത്തത് ഔസാനു ജമുഉൽ കില്ലത്തിൽ. എന്താണ് ജമ്മു കില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം അതറിഞ്ഞ് ചോദിക്കാം. ജമ്മു കില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹലോ. അറിയില്ല. അറിയില്ല ജമ്മു അത്. കില്ലത്ത് ചെറിയ നമ്മള് കൂട്ടത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. 3 മുതലേ, അതായത് പിന്നെ ഇപ്പൊ നമ്മള് ഷെഹർ എന്ന് പറയുമ്പോ മാസം എന്നാണ് അർത്ഥം അല്ലെ. ഷെഹറിന് 2 ജമ്മുകളുണ്ട്. ഷെഹറിന് ഷുഹൂർ എന്നും പറയാം, അതുപോലെ തന്നെ ഷെഹറിന് അഷ്ഹുർ എന്നും പറയാം. 2 ഉണ്ടാവും അല്ലെ. ഇതില് ഇപ്പൊ നമ്മൾ പറയണെന്ത് എന്താ പറയാ, നമ്മളെ അഷ്ഹറുൽ ഹുറൂം. നമ്മിങ്ങനെ പറയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് 3 മാസങ്ങൾ എന്ന് നമുക്ക് പറയണം. 3 മാസങ്ങൾ എന്ന് നമുക്ക് പറയണം. അവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഷെഹർ എന്ന് പറഞ്ഞാൽ മുദക്കറാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സലാസത്തു ഷുഹൂരിൻ എന്നും പറയാം, അതുപോലെ തന്നെ സലാസത്തു അഷ്ഹുരിൻ എന്നും പറയാം. ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാ? സലാസത്തു അഷ്ഹുർ എന്നാണോ സലാസത്തു ഷുഹൂർ എന്നാണോ? സലാസത്തു അഷ്ഹുർ. കാരണം അതാണ് കില്ലത്തിന്റെ. യെസ്. അപ്പൊ എന്താണ് ജമ്മു കില്ലത്ത്? അതുകൊണ്ട് പറയും ഇന്ന് സെറ്റായി. ചെറിയ സംഘത്തിന്, ചെറിയ കൂട്ടത്തെ കുറിച്ച് അറിയിക്കുന്നത്. ഈ ചെറിയ കൂട്ടം എന്ന് പറഞ്ഞാല് ഏത് വരെ? 3 മുതൽ 9 വരെയാണോ? 3 മുതൽ 10, അല്ലെങ്കിൽ 3, 9 പറയുന്നുണ്ട്, 3 മുതൽ 10 എന്നും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്ന പിന്നെ ജമ്മുകൾക്കാണ് നമ്മൾ ജമ്മു കില്ലത്ത് എന്ന് പറയാം. അത് കുറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതൊരു 3 മുതൽ 10 വരെയൊക്കെ ചെറിയ കൂട്ടം എന്നൊക്കെ പറയും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു കില്ലത്തായ ജമ്മു അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയാ? ജമ്മു കില്ലത്ത് എന്ന് പറയാം. അപ്പൊ നമുക്കിപ്പോ സലാസത്തു ഷുഹൂരിൻ എന്ന് പറഞ്ഞ തെറ്റൊന്നും അല്ല കേട്ടോ, ശരി തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ ബെറ്റർ, അതായത് അസ്വഹ് എന്നാണ് നമ്മൾ അറബിയിൽ പറയാം അല്ലെ.
ഒന്നുകൂടെ പ്രബലം ഏതാണ്? സലാസത്തു അഷ്ഹുർ എന്നുള്ളതാണ്. ജമ്മു കില്ലത്തിന്റെ വസ്നാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഔസാനു ജുമുഅൽ കില്ലത്തി, ജമ്മു കില്ലത്തിന്റെ വസ്നുകൾ എത്രണ്ണാണ്? എത്രണ്ണാന്നറിയോ? ഏതൊക്കെയാന്നറിയോ? ഒന്ന് നമ്മളോട് പറഞ്ഞു അല്ലെ, ഏതാണ്? അഫ്ഉൽ അല്ലെ, ഒന്ന് നമ്മൾ പറഞ്ഞു അഫ്ഉൽ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അഷ്ഹുർ, അതുപോലെ അയ്യുന്, പിന്നെ ഏതാണ് അംഫുസ് അല്ലെ, ഇതൊക്കെ നമ്മൾ അഫ്ഉൽ എന്നതിന്റെ ഇതാണ്. ഈ വേറെ ഏതൊക്കെ ജമ്മു കില്ലത്ത് ആർക്കെങ്കിലും അറിയോ? ജമ്മു കില്ലത്ത് എത്ര ഉണ്ട്? അല്ല ഇതിന്റെ വസനുകള് എനിവൺ? പറയൂലേ? അല്ല, ജമ്മുകൾ കുറെ ഉണ്ട്. ഞാൻ ജമ്മുകളല്ല ടോട്ടൽ അല്ല ചോദിച്ചത്, ജമ്മു കില്ലത്താണ് ചോദിച്ചത്. ജമ്മല്ലല്ലോ ചോദിക്കണ. ഞാൻ ചോദിച്ചത് ജമ്മു കില്ലത്ത് എത്ര വസനുണ്ട് എന്നാണ് ചോദിച്ചത്. അറിയില്ല. ആ ഓക്കെ. ഇവിടെ ആരോ ഒരു ഇത് പറഞ്ഞല്ലോ, അഫ്ആലോ, അത് ഏതോ ഇത് പറഞ്ഞല്ലോ, ഏതാണ്? ഓക്കെ. അപ്പോ ജമ്മു കില്ലത്ത് ടോട്ടലി 4 വസനുകളാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക, 4 വസനുകളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു അഫ്ഉൽ എന്ന വസനുണ്ട്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ അത്ര നല്ല കേട്ടോ, കാരണം ഇതൊന്നും നമ്മൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്ന് അഫ്ഉലാണ്, നിങ്ങൾക്ക് പിന്നെ ഇങ്ങനത്തെ PDF നോക്കിയാലും കിട്ടും. ഒന്ന് അഫ്ഉലാണ്, ഏതുപോലെ അഷ്ഹുർ, അയ്യുനി, അംഫുസ് ഒക്കെ പോലെ. രണ്ടാമത്തെ ഒന്ന് അഫ്ഇലത്താണ്, അതായത് നമ്മളിപ്പോ അത്തുഅയ്മത്ത് എന്നൊക്കെ പറയില്ല, അത് ഒരു ജമ്മു കില്ലത്താണ്. പിന്നെ ഒന്നാണ് അഫ്ആൽ ഉണ്ട്, ഏതുപോലെ അസ്വാബ്, നമ്മൾ അബ്ദാന് എന്നൊക്കെ പറയും, അത് ജമ്മു കില്ലത്തിന്റെ വസനാണ്. നാലാമത്താണ് ഫിഅലത്ത്, ഏതുപോലെ ഫിത്തിയത്ത്, അതുപോലെ തന്നെ സ്വിബിയത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്? നാലാമത്. അപ്പൊ ഈ 4 കേട്ടിട്ടുള്ളതൊക്കെ വസനുകളാണ്. മറന്നതാണോ? കേട്ടിട്ടുണ്ട്, അതന്നെ. മറന്നതാണ് ഈ അറിയാം. തൊലബത്തൊക്കെ കില്ലത്താണോ? ഏതാണ് തൊലബത്ത് ത്വലബത്ത് എന്നുള്ളത് ഈ വസനിൽ വരുന്നതല്ലോ, ഫഅലത്തല്ലേ? അല്ലല്ല, ഫിഅലത്താണ്. ഫിഅലത്ത് വസനാണ് ഇതിൽ വരുന്നത്. ഓക്കെ. പിന്നെ ജമ്മു കില്ലത്തിന്റെ ഇനി അതിന്റെ എക്സ്ട്രാ ആയിട്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. എന്റെ ഒരു പ്രൈമറി നോളജ് വെച്ചിട്ട് ഈ 4 ആണെന്നാണ് തോന്നുന്നത്. ഏത്? അഫ്ഇലത്ത്, അഫ്ഉല്, അഫ്ആല്, ഫിഅലത്ത്. ഓക്കെ, ഇതാണ് ജമ്മു കില്ലത്തിന്റെ വസനുകൾ. അപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ. അടുത്ത എന്നുള്ള ചോദ്യം കൂടിയാണ്. അല്ല അതതു, ഇത് ശരിയായത് സെലക്ട് ചെയ്യാനാണ് കേട്ടോ. ഒന്നാമത്തെ അല്ല അതതു യജിബു ഫതുഹു ജംഅൻ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതത് പിന്നെ അതിന് ഫത്ഹ് കൊടുക്കണം, ജമ്മായിട്ട് ഫത്ഹ് കൊടുക്കണം. എന്തിന്റെ കൂടെ? മഅ സലാസത്തി വൽ അശറത്തി വമാ ബൈന, 3ഉം 10ഉം അതിന്റെ ഇടയിലും. 3ന്റെയും 10ന്റെ ഇടയിൽ നമ്മൾ അതത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ജമ്മു ആക്കുകയും വേണം, ഫത്ഹ് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ? തെറ്റാണത്. രണ്ടാമത്തെ എന്താ? അല്ല അത് യജിബു ജർറുഹു മുഫ്രദൻ മഅ സലാസത്തി വൽ അശറത്തി വമാ ബൈന, 3ന്റെയും 10ന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? മുഫ്രദാക്കണം, ജെറും കൊടുക്കണം എന്നാണോ? അത് ശരിയാണോ തെറ്റാണോ? തെറ്റ്. തെറ്റാണല്ലേ. മൂന്നാമത്തെ എന്താ? അല്ല അത് യജിബു ഫത്ഹു മുഫ്രദൻ, അതായത് 3ന്റെയും 10ന്റെ ഇടയിൽ മുഫ്രദാക്കണം, ഫത്ഹ് ആക്കണം എന്ന് പറഞ്ഞു. ശരിയാണോ തെറ്റാണോ? തെറ്റ്. തെറ്റാണ് അല്ലേ. അപ്പൊ ഇനി ഉറപ്പായി നാലാമത്തത് എങ്ങനെയാണ്? അല്ല അത് യജിബു ജർറുഹു ജമ്മൻ, അതായത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മള് ജമ്മാക്കണം, ജറാക്കുകയും വേണം. ഓക്കെ, 3ന്റെയും 10ന്റെ ഇടയിൽ. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ അതത് ടോട്ടൽ സിമ്പിൾ ആണ്. ഈ 3 മുതൽ 10 വരെയുള്ള സ്ഥലത്തിൽ മാത്രമേ നമുക്ക് അതതിന്റെ കൂടെ ജമ്മ് കാണാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേകതയാണ്. വേറെ എവിടെയും നമുക്ക് അതത് മഅദൂദിൽ നമുക്ക് ജമ്മ് കാണാൻ പറ്റൂല. 3 മുതൽ 10 വരെ കംപ്ലീറ്റ് എന്തായിരിക്കും? ജമ്മായിരിക്കും, ജറായിരിക്കും. പിന്നെ 11 മുതൽ 99 വരെ എന്തായിരിക്കും? മുഫ്രദായിരിക്കും, തമ്മീസ് ആയിരിക്കും. എപ്പോഴും മുഫ്രദായിരിക്കും, തമ്മീസ് ആയിരിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചില മാറ്റങ്ങളുണ്ട്. ഇപ്പൊ 100 ആവുമ്പോ മുഫ്രദൻ ആയിരിക്കും, പക്ഷെ
എന്തായിരിക്കും? ജറായിരിക്കും. മിഅത്തു കിതാബിൻ എന്നാണ് പറയാ. അതുപോലെ തന്നെ അൽഫു ലൈലത്തിൻ എന്നാണ് പറയാ അല്ലെ? അൽഫു ലൈലത്തിൻ വ ലൈല എന്നല്ലേ ആ കിതാബിന്റെ പേര്. അപ്പൊ അൽഫു ലൈലത്തിൻ എന്നാണ് പറയാ. ഓക്കെ, അവിടെ മുഫ്രദാണ്, പക്ഷെ എന്താണ്? ജറായിരിക്കും. 11 മുതൽ 99 വരെ മുഫ്രദാണ്, എന്തായിരിക്കും? തമ്മീസാണ്, നസ്ബായിരിക്കും. 3 മുതൽ 10 വരെ എന്തായിരിക്കും? പിന്നെ ജമ്മായിരിക്കും, ജറായിരിക്കും. 1, 2 എങ്ങനെയാണെന്ന് അറിയോ? 1ഉം 2ഉം അറിയോ? അതത് മഹദൂദില് 1ഉം 2ൽ നമ്മൾ മഹദൂദിന് എങ്ങനെ ഇറാബ് പറയാന്ന് അറിയോ ആർക്കെങ്കിലും? സെയിം ആണ് യോജിച്ച് വരണോ? ഏതാണ്? ഒരേപോലെ മുദക്കർ മുഅന്നസിൽ യോജിച്ച് വരണം. യോജിച്ചു പറഞ്ഞു. അതിന്റെ ഇറാബാണ് ചോദിച്ചേ. കലമുൻ വാഹിദുൻ. അതിന്റെ ഇറാബ് എങ്ങനെ വരിക അതാ ചോദിച്ചിട്ട്. ഇപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു എങ്ങനെ 3 മുതൽ 10 വരെ എന്ന മുലാഫിലി ആയിട്ട് അങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 11 മുതൽ 99 വരെ നമ്മൾ തെമ്മീസായിട്ടേ വരിക എന്ന് പറഞ്ഞു. പിന്നെ 100, 1000 ഒക്കെ നമ്മൾ മുലാഫിലി ആയിട്ടാണ്, ജറായിട്ടാണ് വരിക എന്ന് പറഞ്ഞു. 1ഉം 2ഉം യോജിക്കണം, അതൊക്കെ അതല്ല ചോദിച്ചത്. ഇറാബ് എങ്ങനെ ആയിരിക്കുന്നോ അതിന്റെ പിന്നെ യോജിക്കണം എന്ന് പറഞ്ഞാല് ഇറാബ് എങ്ങനെ? റഫാണോ? റഫ് റഫാണോ? ഈ റാബിന്റെ റഫല്ലേ? സ്ഥാനത്തിനനുസരിച്ചല്ലേ? അതായത് അതിന് പ്രയോഗല്ലേ അറബിയില്? ഒന്നിന്റെ അതേപോലെ നമ്മൾ അടുത്തതിന് ഇറാബ് കൊടുക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങളില്ലേ? നിങ്ങൾ പറയണോ? പിന്നെ എന്റെ ഗ്രാമം ഭംഗിയുള്ളതാണ് എങ്ങനെ പറയുന്നത്? എന്റെ ഗ്രാമം ഭംഗിയുള്ളതാണ് എങ്ങനെ നമ്മൾ അറബിയിൽ പറയാം? അറിയത്തി ജമീലത്ത്. അവിടെ എന്തുകൊണ്ടാണ് നമ്മള് ജമീലത്തുൻ എന്ന് പറഞ്ഞ? ജമീൽ എന്ന് പറഞ്ഞ പോരേനു? അറിയത്ത് മുഅന്നസായി. അപ്പൊ നമ്മള് അതിന് നമ്മൾ നേരത്തെ മന്നൂത്ത് എന്നല്ല പറയാ, സിഫത്ത് മൗസൂഫ് അല്ലെ? അല്ല, കറിയത്ത് ജമീലത്ത് അല്ലട്ടോ, സോറി. അതവിടെ കറിയത്ത് ജമീലത്ത് എന്നുള്ളത് പിന്നെ ഇതാണ്, ഏത്? മുബത്താബറാണ്. അത് വേണ്ട, വേറെ ഒരു സംഭവം പറഞ്ഞതാ. പിന്നെ പറയാ ഭംഗിയുള്ള ഗ്രാമം അങ്ങനെ പറയും. ഭംഗിയുള്ള ഗ്രാമം അതെങ്ങനെ പറയാൻ പറയും? എന്റെ ഗ്രാമം എന്ന് വേണ്ട. കറിയത്തുൻ കറിയത്തുൻ ജമീലത്തുൻ എന്ന് പറഞ്ഞല്ലേ? അതിനകത്ത് മന്നൂത്തല്ലേ? ഇതേ സംഭവമാണ് നമ്മള് 1ഉം 2ലും വരിക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഒരു മരം കണ്ടു, എങ്ങനെയാണ് പറയാ? റഅയ്തു ഷജറത്തുൻ വാഹിദത്തുൻ. വാഹിദ. വാഹിദത്തുൻ. അപ്പൊ എങ്ങനെ? റഅയ്തു ഷജറത്തൻ വാഹിദത്തൻ എന്നാണ് പറയാ. മനസ്സിലായോ? ഇനി എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്, എന്ന് പറയാ ഇന്ദി ഫലമുൻ വാഹിദുൻ എന്നാണ് പറയാ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 1, 2 നേരത്ത് മന്നൂത്തായിട്ടാണ് വരിക, നേരത്തായിട്ടാണ് വരിക, സിഫത്ത് മൗസൂഫായിട്ടാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ടോട്ടലി അതിന് കംപ്ലീറ്റ് ഇറാബ് കൂടെ അത് പറഞ്ഞു അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഒരു ചോദ്യമാണ്, പിന്നെ അശംസു എന്ന് പറഞ്ഞാല് എന്താ പറയാ? അപ്പോ വാഹിദാണോ വാഹിദത്താണോ? വാഹിദത്ത്. വാഹിദത്തോ? മുഅന്നസായിട്ടാണ് ഷംസ്. ഷംസ് മുഅന്നസാ? ഷംസ് മുഅന്നസാണ്. ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങളെ ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങളെ മാത്രമാണ് ഇപ്പോ കറക്റ്റ് പറഞ്ഞ കേട്ടോ. ഷംസ് ചോദിക്കുന്നവരൊക്കെ ഷംസ് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഷംസു എന്നൊക്കെ പുരുഷന്മാർക്ക് പേരുണ്ടാവുന്നല്ലേ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഷംസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാലോ? ഷംസ്. പിന്നെ സൂര്യനൊക്കെ അല്ലേ ഒന്നിങ്ങനെ. അപ്പോ നമുക്കത് എന്ത് ചെയ്യും? പെട്ടെന്ന് മുദക്കറാണ് തോന്നിപ്പോവും. അപ്പൊ അശംസു വാഹിദുൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിന് നമുക്ക് സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു ഉദാഹരണം അല്ലേ, വശംസ് തജ്രി. അതുപോലെ തന്നെ നമ്മളെ അശംസു തോലിയത്ത്. കുറല്ലേ
ഈദശംസു കുവ്വിറത്ത് അല്ലേ? അതുപോലെ തന്നെ വശംസി വലുഹാഹ അറു അല്ലെ? സമ ഒക്കെ അതിൽപ്പെട്ടല്ലേ ആ ഷംസിന്? ഉദാഹരണം ഉണ്ടല്ലോ, അതൊക്കെ വശംസി മുസ്ലിം. വലുഹാഹ എന്ന് പറഞ്ഞല്ലേ, സൂര്യനും അതിന്റെ പ്രകാശ വലുഹാഹ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷംസ് മുഅന്നസ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ വിജയിച്ചു. അപ്പോ അങ്ങനെ ഡൗട്ട് വരുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കണം. മുഅന്നസും മുദക്കറിന്റെ വിഷയം അതറിയാതിരിക്കുന്നതും എന്ത് ചെയ്യും, നമുക്ക് ആൻസർ തെറ്റാൻ സാധ്യത ഉണ്ടാക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ എന്നറിയാൻ വേണ്ടി ഉള്ള ചോദ്യം. ഇഖ്തരി സ്വഹീഹ്, ശരിയായത് സെലക്ട് ചെയ്യാം. അല്ല അതത് യജിബു നസ്ബുഹു ജംഅൻ മഅൽ മിയത്തി വൽ അലിഫി, 1000ന്റെ 100ന്റെ ഒക്കെ ഒപ്പം നമ്മൾ ജമ്മാക്കണം നസ്ബാക്കണം എന്ന് പറഞ്ഞു. അത് ശരിയാണോ? രണ്ടാമത്തെ എന്താ പറഞ്ഞത്, 1000ന്റെ 100ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മുഫ്രദാക്കണം, ജറാക്കണം. അത് ശരിയാണോ തെറ്റാണോ? ശരി. ശരിയാണ്. ഈ നമ്മളെ മറ്റേ കിതാബ് ഉണ്ടല്ലോ, പിന്നെ അൽഫു ലൈലത്തിൻ വ ലൈലത്തിൻ, ആ ഒറ്റ കിതാബിന്റെ ഓർമ്മ വെച്ചാൽ മതി. അൽഫു ലൈലത്തിൻ എന്നാണ് പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്, അൽഫിനെ നമ്മള് പിന്നെ ലൈലത്ത് ഒരു രാത്രി, ഇപ്പൊ ലൈലത്തിന്റെ മുഫ്രദാണ്, ജറാണ് അല്ലെ. ഓക്കെ, മൂന്നാമത്തും നാലാമത്തും തെറ്റാണ് അല്ലെ. ഓക്കെ, രണ്ടാമത്തെ ലൈലന്റെ അവിടെ എങ്ങനെ പറയാ? അലിഫു ലൈലത്തിൻ. ആ അത് അൽഫുമക്ക് നായത്തായിട്ടാണ് വരിക. അൽഫു ലൈലത്തിൻ 1000 രാത്രിയും വലൈലത്തുൻ പിന്നൊരു രാത്രിയും. മനസ്സിലായോ? അപ്പൊ റഫായിട്ട് വരിക അൽഫു ലൈലത്തിൻ എന്നതിലേക്ക് പിന്നെ അത്തഫായിട്ടാണ് വരിക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ റഫ് വന്നത്? എങ്ങനെ? അപ്പൊ എങ്ങനെയാ റഫ് വന്നത്? അതന്നെ, അൽഫു നമ്മൾ റഫായിട്ടല്ല പറഞ്ഞത്, അൽഫു ലൈലത്തിൻ. ഓക്കെ, ആ അതിലേക്ക് 1000 രാത്രിയും പിന്നെ രാത്രി എന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയാണ് 1001 ആവണത്. ഓക്കെ, അതൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഏതോ എക്സാമിന് നമ്മൾ ചോദിച്ചപ്പോൾ ഓർമ്മ വന്നേ. ഏതോ ഒരു എക്സാമിന് കണ്ടിട്ടുണ്ട്, അൽഫു ലൈലത്തിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്താണ് ഇറാബ് എന്ന്, ലൈലത്തുൻ എന്നാണോ ലൈലത്തൻ എന്നാണോ ലൈലത്തിൻ എന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു. ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ്. ഇനി സിമ്പിൾ ആണ്. കെലിമത്തുൻ ഒരു കെലിമത്താണ്. നഫ്ഹമുൽ മാന ബി നഫ്സിഹ, അതിൽ സ്വയം ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അൽ മാന ബി നഫ്സിഹ, സ്വയം ഒരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. വനജിദു നമ്മൾ എത്തിക്കും സമനൻ മിനൽ അസ്നത്തി സലാസത്തി ഫിഹ, അതില് മൂന്നാലൊരു കാലം അതിലെത്തിക്കും. അതിന് ഇസ്മു എന്നാണ് പറയാ, മാലി എന്നാണ് പറയാ, മുലാരി എന്ന് പറയാ, ഫീൽ എന്ന് പറയാ. സിമ്പിൾ അല്ലേ? ഫീലാണ് അല്ലെ. ഫീലിന്റെ താരിഫാണ് കൊടുത്തത്. ഫീൽ എന്ന് പറഞ്ഞ ഒരു കെലിമത്താണ്. നഫ്ഹമുൽ മാന ബി നഫ്സിഹ, അതിന് സ്വയം നമുക്കൊരു അർത്ഥം പറയാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ കത്തബ എന്ന് പറഞ്ഞാല് എഴുതി എന്ന അർത്ഥം കിട്ടും. വനജിദു സമന മിനൽ അസ്മത്തി സലാസത്തി ഫിഹ, മൂന്നാലൊരു കാലത്തിന്റെ എന്ന് പറഞ്ഞത്. അപ്പൊ മൂന്നാലൊരു കാലം എന്ന് പറഞ്ഞപ്പോ അവിടെ മാലി മുലാരിയും പോയി. കാരണം മാലി എന്ന് പറഞ്ഞ അവിടെ ഒരു കാലം നമുക്ക് അറിയുള്ളൂ. മുലാരി എന്ന് പറഞ്ഞാൽ അവിടെ 2 കാലം അറിയുള്ളൂ അല്ലെ. ഏതൊക്കെ? പ്രസന്റും ഫ്യൂച്ചറും. അപ്പൊ മൂന്നാലൊരു കാലം എന്ന് പറയുമ്പോ അതില് ഏതാണ്? അത് എന്തിന്റെയാണ്? ഫെയിലിന്റെയാണ്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കുല്ലു ഇസ്മിൻ മുഅറബിൻ ആഖിറുഹു യാഉൻ, ആണല്ലോ, അവസാനം യാ, അതിന് മുമ്പ് കസ്റാണ്. ഇതെന്തിന്റെയാണ്? നമ്മളെ മംഗൂസ്. എന്താ പറഞ്ഞ കാലി മങ്കൂസ് പോലെ അല്ലേ? മംഗൂസ് മങ്കി അവസാനം യാ. അടുത്ത് നമ്മളെ അതത് മാതൂത് പോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ സമയം പ്രശ്നമാണോ? ആകാലായി സാറിന് പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്ക് നിർത്തണ തോന്നുന്നുണ്ടേ പറയട്ടോ. ഇത് ഇങ്ങക്ക് എങ്ങനെ കൊള്ളണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫ്രീ ആണ്, വരെ ഫ്രീ ആണ്. ഞാൻ നിർത്തി കിട്ടിയെങ്കിൽ നിർത്താം. ഓക്കെ, സാർക്ക് ബിസി ആകുമ്പോ മാത്രം നിർത്തിയാ മതി. അപ്പൊ ഇതില് പിന്നെ ഇസ്തിസ്നാന്റെ നമ്മളെ അതത് മാദൂദ് നമ്മൾ കുറെ ഏരിയകൾ നമ്മൾ ചർച്ച ചെയ്തില്ലേ കുറഞ്ഞ സമയം കൊണ്ട്. അതത് മാദൂദ്, മഫ്ഊൽ ഖംസ, അഫ്ആലു ശുറൂ, ഫീല് മുലാരി, ജമ്മു ദക്കർ കുറെ നോക്കി. അപ്പൊ അതേപോലെ അതത് മാദൂദിന്റെ അതേ ഗ്രേഡിൽ നോക്കേണ്ട ഒന്നാണ് ഏത്? നമ്മൾ ഇസ്തിസ്നാ എന്ന വിഷയം.
ഇസ്തിസ്ന എത്ര ടൈപ്പ് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ഹലോ, കേൾക്കുന്നുണ്ട്. എത്ര ടൈപ്സ് ഉണ്ട് നിങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളി, ധൈര്യമായിട്ട് പറഞ്ഞോളി, നമ്മൾ പഠിക്കാൻ വന്നവരല്ലേ. ഇല്ല. ഓക്കെ, ഏതൊക്കെയാന്ന് പറഞ്ഞാ മതി. ഏതൊക്കെയാ നിങ്ങളെ കറണ്ട് എടുത്തിട്ട് പറഞ്ഞാൽ മുസ്തസ്ന, ബില്ല, ഗൈറ്, സിവ. അതല്ല അതെന്റെ അല്ല, അദാത്തുകൾ. മൂന്ന് ടൈപ്പാ? മൂന്ന് മനസ്സിലായിട്ട് ടൈപ്പ്. വരും. 3 ടൈപ്പ്. ഏതൊക്കെയാ 3 ടൈപ്പ്? മുസ്ബത്ത്, മനസ്സിൽ, പിന്നെ ഏതാണ്? പിന്നേതാ? നിങ്ങളെല്ലാം 3 ഉണ്ടായിരുന്നേ. മുസ്തസ്ന മിൻഹു. ഓക്കെ, ഏതായാലും നിങ്ങൾ 2 പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ ഉണ്ട്. 3 ടൈപ്പാ ഉള്ളത്. ഒന്ന് നമ്മൾ മുസ്ബത്ത് അറിയും, ഒന്ന് മംഫി എന്ന് പറയും, ഒന്ന് മുഫറഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നാക്കിസ് എന്ന് പറയും. അതായത് മുസ്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മുസ്തസ്ന മിൻഹു നമ്മൾ പറയപ്പെട്ടിട്ടുണ്ടാവും. അതോടൊപ്പം പിന്നെ എന്താണ് മുസ്തസ്ന മിൻഹു, മുസ്തസ്ന എന്താ അറിയില്ലേ? അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. മുസ്തസ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്ന ഒരാള്. മുസ്തസ്ന മിൻഹു എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണോ ഒഴിവാക്കണേ മുസ്തസ്ന മിൻഹു. ഓക്കെ, അപ്പൊ മുസ്തസ്ന മിൻഹു പറയപ്പെടുകയും ആ ഒരു കലാമ് പോസിറ്റീവ് ആവുകയും ചെയ്താൽ അല്ലെ, അതിനെന്ത് പറയും? മുസ്ബത്ത് എന്ന് പറയും. ഇനി മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും കലാമ് നെഗറ്റീവ് ആവുകയും ചെയ്താൽ അതിനോട് മുസ്തസ്ന മംഫി എന്ന് പറയും. മൂന്നാമത്തെ ടൈപ്പ് എന്താ വെച്ചാല് അവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെടുന്നല്ല. അതിന് മറ്റേത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ മുസ്തസ്ന മിൻഹു നമ്മൾ പറയപ്പെടുന്നല്ല. അതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇതിൽ മൂന്നിലും ഇഅ്റാബ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളപ്പോ എന്താ, അത് നമുക്ക് നോക്കിയിട്ട് മറ്റേ 2 ടൈപ്പ് നോക്കാം. ഇതാ കാൽ മുസ്തസ്ന മിൻഹു മദ്കൂറൻ, മുസ്തസ്ന മിൻഹു പറയപ്പെടുകയും വക്കാനൽ കലാം മുസ്ബത്തൻ, കലാം മുസ്ബത്ത് ആവുകയും ചെയ്താൽ അവിടുത്തെ ഇഅ്റാബ് എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? ബി ആണ്. നിർബന്ധം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അത് നേരെ പഠിച്ചാൽ മതി. എങ്ങനെ? വജബ നസ്ബുൽ മുസ്തസ്ന ബി ഇല്ല. അവിടെ നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറയുമ്പോ അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഏതുപോലെ നമുക്ക് നിസ്കാരം നിർബന്ധമാണ്. അപ്പൊ ഇനി അവിടെ എന്തെങ്കിലും ഒഴിവുണ്ടോ? അതില്ല. മനസ്സിലായോ? അപ്പൊ നിർബന്ധമായ നിർബന്ധം തന്നെ, അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതാണ് നമ്മുടെ എന്ത് പറയല്, നിങ്ങളെ വീട് കത്തി നശിച്ച് നിൽക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ സമയമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്ന് പറയണത് അല്ലെ. നമ്മൾ ഒരാളെ നമ്മളെ കൊല്ലാൻ വരികയാണെങ്കിലും നിസ്കാരം കളാവുന്ന സമയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓട്ടത്തിൽ നിസ്കരിക്കണം എന്നാണ്. കാരണം നമ്മളെ മേൽ വാജിബാണ്. അപ്പൊ അവിടെ എന്തില്ല? വേറെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോ ഒരു കലാം പോസിറ്റീവ് ആവുകയും അവിടെ മുസ്തസ്നമിന് പറയപ്പെടുകയും ചെയ്താൽ അവിടെ നെസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെ കാമത്തുല്ലാബു, വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? എണീറ്റ് നിന്നു. അപ്പൊ ഇവിടെ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മുസ്തസ്നക്ക് എന്ത് കൊടുക്കണം? നമ്മള് ഇല്ല സൈതൻ എന്നാണ് കൊടുക്കുന്നത്. നെസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? കാമത്തുല്ലാബു ഇല്ലാ സൈദൻ എന്നാണ് പറയാ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പാണ് ഏത്? മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും കലാമ് നെഗറ്റീവ് ആവുകയും ചെയ്താൽ ഈ ഉദാഹരണം തന്നെ എടുക്കാം. ഏതുപോലെ കാമ എന്നുള്ള എന്താക്കിയാൽ മതി? മാ കാമ. അപ്പൊ മാ കാമത്തുല്ലാബു, വിദ്യാർത്ഥികൾ എണീറ്റിരുന്നിട്ടില്ല. അവിടെ എങ്ങനെയാണ് നമ്മൾ ഇറാബ് കൊടുക്കുക ഇല്ലക്ക് ശേഷം? നെസ്ബും കൊടുക്കുക, പിന്നെ മുസ്തസ്ന മിൻഹുവിന്റെ അങ്ങനല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ ചോദിച്ചപ്പോ എങ്ങനെ റഫും ഓക്കെ. പിന്നെ വേറെ അപ്പൊ ഈ ടൈപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഇവിടെ എന്താണ് നമുക്ക് അലൗഡ് ആണ്. ഒന്ന് നമ്മള് എന്താണ് നെസ്ബ് കൊടുക്കൽ ജായിസാണ്. കാരണം പോസിറ്റീവിൽ നമ്മളിപ്പോ നെസ്ബ് കൊടുത്തില്ലേ, നിർബന്ധാക്കിയില്ലേ. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഒരു പിന്നെ നെസ്ബു ആണ് ജായിസാക്കാം. അതുപോലെ തന്നെ മുസ്തസ്ന മിൻഹുവിന് എന്താണോ ഇറാബ് ആ ഇറാബും ഏതിന് കൊടുക്കാം? മുസ്തസ്ന കൊടുക്കാം. ഇവിടെ മാക്കാമത്തുല്ലാബു എന്ന് പറയുമ്പോ അവിടെ തുല്ലാബിന്റെ ഇറാബ് എന്താണ്? റഫ്ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇല്ലാ സൈദൻ എന്നും പറയാം, ഇല്ലാ സൈദുൻ എന്നും പറയാം. ഓക്കെ അല്ലേ?
ഓക്കെ. ഇനി മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാന്ന് വെച്ചാല് അവിടെ മുസ്തസ്ന മിൻഹു ഉണ്ടാവൂല. അപ്പൊ നമ്മൾ എങ്ങനെ ഇറാബ് കൊടുക്കാന്നല്ലേ? ആർക്കെങ്കിലും ആ ടൈപ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടൊക്കെ ചെയ്തു പക്ഷെ മറന്നതാണ്. ആ ഓക്കെ. പെട്ടെന്ന് പറയാം. അതായത് മുസ്തസ്ന പറയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് മാ സ്വാഹബത്തു ഇല്ലൽ അഖ്യാറ എന്നാണ് പറയാം. മാ സ്വാഹബത്തു എന്ന് പറഞ്ഞ എന്താ? ഞാന് കൂട്ടുകൂടിയിട്ടില്ല എന്നല്ലേ? ആ ഇല്ലൽ അഖ്യാറ എന്ന് പറഞ്ഞ എന്താ? ഖൈറിനോടല്ല അല്ലേ? അല്ലേ? ആ അങ്ങനെ അർത്ഥം വരിക. അതെ. ആ പറയാം. ഇനി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ ഇല്ല എന്നുള്ള സംഭവം ഒന്ന് ഒഴിവാക്കി, ഇല്ലന ആ സെന്റൻസ് ഒഴിവാക്കിയിട്ട് ആ സെന്റൻസ് പൂർത്തിയാക്കാണ് എങ്ങനെ നിങ്ങൾ പറയാ? മാ സ്വാഹബത്തു ഓർമ്മ വന്നു. അഖിയാറ. അഖയ്യാറ. ആ ഇല്ല ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെ പറയാ? അഖിയാറ എന്നല്ല പറയാ, അല്ലേ? യെസ്. അപ്പോ ഇല്ല അവിടെ വൈറു മൗജൂദ് ആകുമ്പോ എന്താണോ അതിന് ഇറാബ് വരിക, അതേ ഇറാബ് ആയിരിക്കും ഇല്ല ഉണ്ടായാലും അതിന്റെ ഇറാബ്. മനസ്സിലായോ? അതാണ് മുസ്തസ്ന മിൻഹു പറയപ്പെടാതെ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇറാബ് അങ്ങനെ ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുസ്തസ്ന മിൻഹു ഉണ്ടോ നോക്കുക. മുസ്തസ്ന മിൻഹു ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഇല്ല മാറ്റിയിട്ട് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോ നമ്മുടെ ശേഷം വരുന്ന സംഭവത്തിന് നസ്ബിന്റെ സാഹചര്യമാണോ എന്നാ നസ്ബ് കൊടുക്കുക, റഫിന്റെ സാഹചര്യമാണോ റസ്ബ് ഇത് കൊടുക്കുക. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനിയിപ്പോ ഒരു ഉദാഹരണമാണ് പറഞ്ഞുതരാ. ഉദാഹരണം പിന്നെ ലാ യുഅത്തി ലാ യുഅത്തി നസീഹത, ലാ യുഅത്തി നസീഹത, അതായത് മുസ്ലിമീങ്ങളല്ലാതെ എന്ത് ചെയ്യൂല, അങ്ങനല്ല സ്വാലിഹീങ്ങളല്ലാതെ നസീഹത്ത് നൽകൂല. അങ്ങനെ ഒരു സെന്റൻസ് ആണ്. അതായത് ലാ യുഅത്തി നസീഹത, ഇല്ല എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇറാബ് കൊടുക്കുക? സ്വാലിഹിന്, സ്വാലിഹൂൻ എന്നതിന് സ്വാലിഹൂൻ എന്നാണോ അതോ സ്വാലിഹീൻ എന്നാണോ കൊടുക്കുക? അതൊന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എന്തെങ്കിലും ചെയ്യേണ്ട ഇവിടെ? ലാ യുഅത്തി നസീഹത, ഇല്ല ഇല്ലാത്ത പോലെ ആക്കി ആദ്യം. അപ്പൊ എന്താ നമ്മൾ കൊടുക്കുക? ലാ യുഅത്തി നസീഹത സ്വാലിഹൂൻ എന്നല്ലേ? കാരണം യുഅത്തി എന്നതിന്റെ ഫായിലായിട്ട് നമ്മൾ കൊടുക്കുക അല്ലേ? മനസ്സിലായോ? അപ്പോ ഇല്ല കൊടുത്താലും അതിനെ കൊടുക്കുക. അപ്പൊ ലാ യുഅത്തി നസീഹത ഇല്ല സ്വാലിഹൂൻ എന്നാണ് വരിക. മനസ്സിലായോ? ഓക്കെ. അവിടെ മുസ്തസ്നമിന് ശരിക്കും എന്താണ്? അത് മനുഷ്യന്മാരിൽ നിന്ന് നസീഹത്ത്, ആ മനുഷ്യന്മാർ എന്നുള്ളതായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. മുസ്തസ്നമിനോട് പറയപ്പെട്ടിട്ടില്ല. അപ്പൊ ലാ യുഅത്തി നസീഹത ഇല്ലണ്ട് ഒഴിവാക്കി നമ്മൾ എന്താ കൊടുക്കുക? ലാ യുഅത്തി നസീഹത നസീഹത അസ്വാലിഹൂൻ. യുഅത്തി എന്നതിന്റെ ഫായിലായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇല്ല ഒഴിവാക്കിയാൽ, അത് വൈറു മൗജൂദ് ആയാൽ എന്തായിരിക്കും ഇറാബ്? അതേ ഇറാബ് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? ആ ഇല്ല ഉണ്ടെങ്കിലും കൊടുക്കുക. മനസ്സിലായി? ഈ ടൈപ്പേ ഉള്ളൂ. ഇസ്തിസ്നാ ഈ 3 ടൈപ്പേ ഉള്ളൂ. മുസ്ബത്ത്, മൻഫി, അതുപോലെ തന്നെ മുഫറഗ് അല്ലെങ്കിൽ നാക്കിസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ അത് നോക്കണേ. മുസ്തസ്ന ഡൗട്ട് വരുന്ന ഭാഗമാണ്. നന്നായിട്ട് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്മഫൂലിന്റെ താരിഫാണല്ലേ? ഇസ്മുൻ മൻസൂബുൻ മാദല്ല അലാ വഖഅ അലൈഹി ഫിൽ ഫായിലു ഹുവ. ഇത് എന്തിന്റെ താരിഫാണ് അറിയാലോ? മഫ്ഊലുൻ ബിഹി അല്ലേ? മഫ്ഊലുൻ ബിഹിയുടെ താരിഫാണ്. ഓക്കെ, സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞത് അത്വാലിബാനി ലൻ യദ്ഹബാ, അത്വാലിബാനി യദ്ഹബാനി, അത്വാലിബാനി ലം യദ്ഹബാ, അത്വാലിബാനി ലാ യദ്ഹബാ. ഇതില് തെറ്റായ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ്. ഏത് തെറ്റ് ഇതില്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ലേ? ഡി ഡി ആണല്ലേ? കാരണം എന്താ വെച്ചാല് ഒന്നാമത്തെ കറക്റ്റ് ആണ്. എന്ന് പറയുമ്പോ നമ്മളവിടെ എന്ത് ചെയ്തു? യദ്ഹബു എന്നതിനെ നമ്മളവിടെ പിന്നെ നസ്ബ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ നൂനെ നമ്മള് അവിടെ കളയണം അല്ലെ? ലൈ യദ്ഹബാ എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെ യദ്ഹബാനി, അതുപോലെ ലാ ത്വാലിബാനി എന്ന് പറയുമ്പോ യദ്ഹബാനി, അത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ എന്താ? അത്വാലിബാനി ലം ലം യദ്ഹബാ അല്ലെ? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നൂന് കളയൽ കൊണ്ടുള്ള ജസ്മ് കറക്റ്റ് ആണ്. നാലാമത്തത്
അവിടെ എന്തല്ല ഒരു ജസ്മോ അല്ലെങ്കിൽ നെസ്ബോ ഒന്നുമില്ല. ഇങ്ങനെയല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ലാ യദ്ഹബ എന്ന് പറയൂല, ലാ യദ്ഹബാനി എന്നാണ് പറയേണ്ടത്. പക്ഷെ ലാ യദ്ഹബ എന്നാണ് കൊടുത്തത്. അപ്പൊ ഓപ്ഷൻ ഡി തെറ്റാണ്. ഓക്കെ, ഇത് നമ്മള് നോക്കിയ ഭാഗം തന്നെ അല്ലെ. അല്ലാതെ 2025 ചോദിച്ചാണ് കേട്ടോ. അപ്പോ ഇതിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതത് മാതൂദിന്റെ അല്ലാതെ യജിബുമായ സലാസത്തി വല്ല അഷ്റ മാ ബൈനഹുമ 3ഉം 10ഉം അതിന്റെ ഇടയിൽ എന്ത് ചെയ്യൽ നിർബന്ധാണ്? ഏതാ കറക്റ്റ്? സിമ്പിൾ അല്ലേ? ജറ് ചെയ്യണം, എന്താക്കണം? ആക്കുകയും വേണം അല്ലെ. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓക്കെ, സമയം 6:30 അല്ലേ എന്താ നോക്ക് എന്താ നോക്ക് ഓക്കെ. അടുത്തൊരു സംഭവമാണ് നമ്മള് ഇന്ന അന്ന എന്നൊക്കെ പറയല നമ്മള്. അപ്പൊ എവിടേക്കാണ് ഇന്ന പറയാ, എവിടേക്കാണ് അന്ന പറയാ? അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്താണ് അവസ്ഥ? അങ്ങനെ ചോദിക്കാം. എവിടേക്കാണ് ഇന്ന പറയണ്ടത്? തുടക്കത്തിൽ തുടക്കത്തില് നടുല അങ്ങനെ പഠിച്ചിക്കല്ലേ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആ കുടുങ്ങട്ടോ. കാരണം എക്സാമില് നമുക്ക് എല്ലാവർക്കും അറിയണ സംഭവം ഇവര് ചോദിക്കൂല. അതാണ് പ്രത്യേകത. എല്ലാവർക്കും അറിയുന്ന സംഭവം ചോദിക്കൂല. പക്ഷെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അതായിരിക്കും ചോദിക്കുക. ഇപ്പൊ ഇതിൽ ഏതാണ് തെറ്റ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഡി ഡിയോ? ഡി 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 ഡിയോ? ആ കാരണം അന്നൽ ഇംതിഹാന. അതെന്തുകൊണ്ടാ? അത് എക്സാമ്പിളിൽ പഠിച്ചിരിക്കണ ഒരു കളിയില് അത് എക്സാമ്പിൾ പഠിച്ചുകൊണ്ടുള്ള നല്ല അറിവാണ്. നല്ല കഥ. ആ എക്സാമ്പിൾ എഴുതിയ ആൾക്ക് തെറ്റിയാണെങ്കിലോ? അപ്പൊ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾക്ക് ഹദ്ദാദ് ഹദ്ദാദ് കൊടുത്തിട്ടുണ്ടാരെങ്കിലും? ആരെങ്കിലും ഹദ്ദാദ് റാത്തിബ് അറിയോ? ഹദ്ദാദില്ലേ? അറിഞ്ഞോ? അതില് നമ്മള് ആ ദിക്ർ ചെയ്യുന്ന തൊട്ടുമുമ്പ് എന്താ പറയാ? ഫലം അത് മനസ്സിലാക്കിയാ മതി. അപ്പോ അലിമക്ക് ശേഷം നമ്മള് അന്നയാണ് ഉപയോഗിക്കേണ്ടത്. ഇൽമിന് ശേഷം അലിമ എന്നല്ല, ഇൽമിന്റെ ഫലം നിങ്ങൾ അറിയുക അന്നഹു അല്ലെ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്. അവിടെ ഫലം ഇന്നഹു എന്നല്ല, ഫലം അന്നഹു. അപ്പൊ ഇവിടെ പറയേണ്ടത് എങ്ങനെയാണ്? അലിം തു അന്നലിംതിഹാൻ. അപ്പൊ ഇനി നിങ്ങൾ ഒരാൾ ചോദിക്കുമ്പോ ഞാൻ ഉദാഹരണം ബുക്കിൽ അങ്ങനെ കണ്ടേ, അങ്ങനെയല്ല പറയേണ്ടത്. എന്ത് പറയണം? ഇൽമിന് ശേഷം അന്നയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഒന്നാമത്തെ കറക്റ്റ് ആണ്. ഖൗലിന് ശേഷം ഇന്ന കൊടുക്കേണ്ടത്. ഖാല അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇന്ന വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ കാര്യം പെട്ടതാണ് കീയിലേക്ക്. ബി എന്തുകൊണ്ടാണ് ഇന്ന പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ? ഹളറത്തില്ലത്തി ഇന്ന ബൈതഹാ ഖരീബുൻ. അവിടെ എന്തുകൊണ്ടാ ഇന്ന പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ? മൗസൂലക്ക് ശേഷം ഇന്ന വരണം. മൗസൂലക്ക് ശേഷം. ഓക്കെ. അപ്പൊ ഇനി തുടക്കത്തില് നടുവില് എന്നല്ല പഠിക്കേണ്ടത്, ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ കുറെ സംഭവം ഉണ്ട്. ഇൽമിന് ശേഷം, കൗലിന് ശേഷം, മൗസൂലക്ക് ശേഷം. ഓക്കെ. സി എന്തുകൊണ്ടാ ഇന്നെന്ന് പറഞ്ഞേ? അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. എങ്ങനെയാണ്? ഒന്നിന്റെ സ്റ്റാർട്ടിങ് അല്ലേ? ഇന്നൽ മദ്രസത്ത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് അല്ലേ? ഓക്കെ, അതൊക്കെയാണ്. ഇന്ന അൻസൽനാഹു സൂറത്താണ് തുടങ്ങുന്നത്. ഇന്ന അൻസൽനാഹു അല്ലെ? ഓക്കെ. അപ്പൊ അലിമക്ക് ശേഷം അന്നയാണ് പറയേണ്ടത്. അപ്പൊ എവിടെയാണ് ഇന്ന പറയേണ്ടത്, എവിടെ അന്ന പറയേണ്ടത്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സമയം കൗലിന് ശേഷം ഇന്നല്ലേ സാറേ? ഏകദേശം കൗലിന് ശേഷം കീല കൗല് ആണല്ലോ. ഞാനല്ല പറഞ്ഞേ. അതെ. അല്ല, ഓരോന്ന് പറഞ്ഞപ്പോ ഡൗട്ട് വന്നത്. കൗലിന് ശേഷം ആ, ഇന്ന, ഇൽമിന് ശേഷം അന്ന, ആ, മൗസലത്തിന് ശേഷം ഇന്ന. ഓക്കെ ഓക്കെ. ഇനി ഏതൊക്കെയാ? ഓക്കെ. അന്ന വേറെ ഏത് സമയത്ത് അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങള് പിന്നെ എല്ലാവരും ഫ്രീ ഉള്ള സമയം പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ അതിന്റെ
നോക്കാം. സമയം മാറേ. നമുക്ക് ഇനി വേറെ ഇമ്പോർട്ടന്റ് സ്ഥലങ്ങൾ നോക്കാം. വേറെ ഏതാണ്? എങ്ങനെ അന്ന എന്ന് പറയുന്ന സ്ഥലങ്ങൾ വേറെ ഏതാണ്? അന്ന പിന്നെ ലൊന്നക്ക് ശേഷം അന്നല്ലേ വരും. ലൊന്നിന് ശേഷം ഇൽമിന് ശേഷം ഇന്നയാണ്. ഇൽമിന് ശേഷം അന്നയാണ്. ലൊന്നിന് ശേഷം എങ്ങനെയാണ്? ലൊന്നല്ലേ ഇൽമും ലൊന്നൊക്കെ അങ്ങനെയാണ് വരുന്നത് അല്ലേ? പിന്നെ അന്ന വരുന്ന ഒരു സ്ഥലം പറഞ്ഞാൽ മധ്യത്തിലാണ്. മധ്യത്തിൽ പറഞ്ഞാല് ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതിപ്പോ ഇൽമ് അതുപോലെ കൗല് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ മധ്യത്തിൽ ഒരു കലാമിന്റെ മധ്യത്തിൽ വന്നാൽ അത് നമ്മൾ അന്ന കൊടുക്കാം. മനസ്സിലായോ? അത് രണ്ടും മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളായിരുന്നു. തുടക്കത്തിൽ ഇന്ന നടക്കുക. അത് വേണമെങ്കിൽ ഞാനേ നിങ്ങള് പിന്നെ ക്ലാസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിട്ടുതരണ്ട് അവിടേക്ക് പറയാന്നുള്ളത്. ഓക്കെ. പിന്നെ ഫീലുകളുടെ മുഅറബായ ഫീല് സിമ്പിൾ ചോദ്യം. ഇതിലേതാണ് ഓപ്ഷൻ? അൽ ഫീൽ മുളാരി അല്ലദീ ലം യത്തസിൽ ബിന്നൂൻ നിസ്വതി വനൂൻ തൗക്കീദ് അതാണോ? അതോ ഫീൽ മാദിയാണോ? അതല്ല അമ്രിന്റെ ഫീലാണോ? അതോ മാദിയായ ഫീലിന്റെ മുത്തസില ദമീർ വന്നാലാണോ? ഏതാണ് കറക്റ്റ്? അറിയോ? സിമ്പിൾ ചോദ്യമാണ്. ഈ ഫീലുകളെ കൂട്ടത്തില് ഫീലുകളെ കൂട്ടത്തില് എല്ലാ മാദിയായ ഫീലുകളും എന്താണ്? അമ്രിന്റെ ഫീലുകളും മബിനിയാണ്. അതിന് മാദിയായ ഫീല് മുത്തസിലാവട്ടെ മുൻഫസിലാവട്ടെ എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് മബിനിയാണ്, മുഅറബല്ല. മുഅറബ് എങ്ങനെയാണ്? എല്ലാ മുളാരിയായ ഫീലും എക്സെപ്റ്റ് ഏതൊക്കെ? നൂന് നിസ്ബത്തും നൂന് തൗക്കീദും വരാത്ത കാലത്തോളം മുളാരിയായ ഫീലുകൾ എപ്പോഴും എന്തായിരിക്കും? മുഅറബാണെന്ന്. അപ്പൊ ഇതില് അല്ല ഞാൻ പറയണില്ല, ഇതിലധികം ലേഡീസ് ആയതുകൊണ്ട്. അപ്പൊ ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ല അഖിൽ ബിലിഷാന്നല്ലേ. അപ്പൊ നല്ല ഒരു മുളാരിയായ ഫീൽ ഇങ്ങനെ മുഅറബായി നിൽക്കായിരിക്കും. അപ്പൊ അതിന്റെ മുഅറബിന്റെ അടുത്തേക്ക് നൂൻ നിസ്ബത്ത് വന്നു കഴിഞ്ഞാൽ എന്തായി? ആള് മബ്നിയാവുന്നതാണ്. അപ്പോ പിന്നെ നൂന് തൗക്കീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാ. നൂന് തൗക്കീദ് എത്ര വിധത്തിലുണ്ട്? 2 രൂപത്തിലുണ്ട് അല്ലെ? നൂനുൽ ഖഫീഫ് ഉണ്ട്, നൂനുൽ സഖീല ഉണ്ട്. ലയഫ്അലന്ന അതുപോലെ ലയഫ്അലൻ എന്ന് പറയും. അപ്പൊ ഈ നൂന് തൗക്കീദ് വരുന്ന സാഹചര്യത്തിലും നൂൻ നിസ്ബത്ത് എന്ന് പറഞ്ഞാൽ 6ാമത്തെ ഫോം കേട്ടോ. നമ്മൾ യഫ്അൽന എന്ന് പറയലോ. യഫ്അൽ യഫ്അലാനി യഫ്അലുന തഫ്അലു തഫ്അലാനി യഫ്അൽന അല്ലെ? അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ എന്തായിരിക്കും? മുളാരിയായ ഫിയല് അവിടെ മബ്നി ആയിരിക്കും. ബാക്കിയുള്ള സാഹചര്യത്തിലൊക്കെ മുളാരിയായ ഫിയല് മുഅറബായിരിക്കും. ഓക്കെ. അപ്പോ 1.5 മണിക്കൂറോളം പിന്നെ സഹിച്ചു നിന്ന എത്ര ആൾക്കാരോ? 14 ആൾക്കാരോ? 12 ആൾക്കാരോ? ഓക്കെ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമ്മള് എങ്ങനെയാണ്, എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയില്ല കേട്ടോ. സെഷന് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. നെഹ്വ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം പറഞ്ഞിരുന്നു, ഒരു ബഹറാണ്. അപ്പോ നമുക്കതിന്റെ ഒരു നമ്മളതിന്റെ തീരത്തും കൂടി എത്തിയിട്ടില്ല. ആ രൂപത്തിലാണ് തോന്നുന്നു ക്ലാസ് പോയത്. എന്നാലും ഒരു കടൽ കാണാൻ പോകുമ്പോൾ അവിടെയുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. പിന്നെ അതിന്റെ ഡീപ്പായിട്ടുള്ള സ്റ്റഡിയിലേക്ക് പോകണം. കാരണം നഹ്വ് നമുക്ക് എത്ര പഠിച്ചാലും നമുക്ക് നഷ്ടാവില്ല. എത്ര നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കണം അത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും. അപ്പോ നമ്മൾ അദബ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോഹ ഹുസൈനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഏതൊരു ചുക്കും സംഭവിക്കാൻ പോണില്ല. നേരെ മറിച്ച് നമുക്ക് എന്താണ് മുബത്തത്, എന്താണ് ആദത്, എന്താണ് ഇസ്തിസ്ന എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു പോരായ്മ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുന്നവരാണല്ലോ. അപ്പൊ കുട്ടികളൊക്കെ പല രൂപത്തിലൊക്കെ ആവും ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോ അതിനൊക്കെ മറുപടി പറയാനും അവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഇറാബ് രൂപത്തിൽ വായിച്ചു കൊടുക്കാനും കഴിയണമെങ്കിൽ നമുക്ക് നഹ്വ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പരമാവധി കിട്ടുന്ന സമയത്തൊക്കെ ഗ്രാമർ പരമാവധി നോക്കുക. ഓക്കെ. എത്ര പഠിച്ചാലും അത്രക്കും വിശാലാണ് അതിന്റെ ലോകം. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. സാറ് ഇതിലുണ്ടോ? അജി സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം പഠിച്ച് മറന്നതൊക്കെ ഒന്നും കൂടെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഒന്ന് തൊട്ട് വന്നു എന്ന് പറയാം. ഓക്കെ.
അപ്പോ ഇത് നമുക്ക് മറക്കാത്ത രൂപത്തിൽ നോക്കണം. ഇപ്പൊ നമുക്കിപ്പോ കാനഹവാത്ത് ഇന്നഹവാത്തൊക്കെ നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാരോ അത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത്രത്തോളം തറച്ചു. അതുകൊണ്ടാണ് ആ ഒരു തറക്കുന്നത് എന്താവണം, അതത് മാദൂദും ഇസ്തിസ്നാവും മഫൂലുകളും മുൻസരിഫും ഇതൊക്കെ ആ രൂപത്തിലേക്ക് നമ്മൾ മൈൻഡിലേക്ക് തറക്കണം. അപ്പൊ ആ രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. ഏതായാലും നിങ്ങൾ ഈ സെറ്റിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ പോകുന്നില്ലേ? അതെന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ കുറെ നോക്കിക്കൊണ്ടും ക്ലാസ് കേട്ടുകൊണ്ടും ചെയ്തുകൊണ്ടും അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെയും ഡബിൾ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുള്ള ഷുവറാണ്. ഞാനും ഇതേപോലെ ബ്രൈറ്റ് അക്കാദമിയിലൂടെ വളർന്നു വന്നതാണ്. അജു സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രൈമറി സാർ കൂടിയാണ്. അപ്പൊ അങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോ അതിന്റെ ഓരോ ഘട്ടങ്ങളും അനുഭവിച്ചറിഞ്ഞ ആൾ കൂടിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉഷാറായിട്ട് പിന്നെ ദുആ ചെയ്യുക. ഓക്കെ. ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ് ആണല്ലോ നിങ്ങൾക്ക്. അപ്പോ ഇതിനിപ്പോ എത്രത്തോളം അജു സാർ എത്ര റിസ്ക് എടുക്കണം നിങ്ങൾക്ക് അറിയാം. ഇതിനിപ്പോ ഈ പോസ്റ്റ് ഉണ്ടാക്കലും ഉണ്ടാക്കലും റെക്കോർഡ് ചെയ്യലും ഗ്രൂപ്പില് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുമ്പോൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ റിസൾട്ടും രണ്ടാമത് ദുആവാണ്. ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും. സാറെന്നാ വൈൻഡപ്പ് ഇതുപോലത്തെ ചെയ്യാം. ക്ലാസ് ഞാൻ ഉണ്ടാവും സാറേ. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഫീൽഡിനനുസരിച്ചിട്ട് ചെയ്യാം. ഓണ ലീവിനൊക്കെ വേണമെങ്കിൽ നോക്കാം. ഇൻഷാ അല്ലാഹ് വെക്കേഷനിൽ. നിങ്ങൾ എക്സാം എന്നാ വരുന്നത് സെറ്റിന്റെ? 24. ഈ മാസോ? ഈ മാസം ഉണ്ടല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു സെഷനോട് പറയാം. ഇൻഷാ അല്ലാഹ് നോക്കാം. സെറ്റിനുള്ള ക്ലാസ് ആണോ പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സാറേ? സാറിനോട് അല്ലെങ്കിൽ എങ്ങനെ ഇത് സെറ്റ് എക്സാം എഴുതുന്ന ആൾക്കുള്ള ക്ലാസ് ആണോ? ഇത് സെറ്റ് എന്നല്ല, ഇത് നെഹവല്ലേ. ഇപ്പൊ ചോദ്യങ്ങളൊക്കെ സെറ്റിന്റെ ചോദ്യങ്ങളാണ്. ഇപ്പൊ ചോദിച്ചതൊക്കെ സെറ്റിന്റെ PYQs ആണ്. ഞാൻ കേട്ടിട്ടില്ല. ഇത് സെറ്റിന്റെ ഇത് ക്ലാസ് സെറ്റിന്റെ നല്ല കേട്ടോ. സെറ്റിനുള്ള ക്ലാസ് ആയിരുന്നു, പക്ഷെ ഇത് എല്ലാവർക്കും പറ്റും. നെഹവല്ല. എല്ലാവർക്കും വേണ്ട തന്നെയാണ്. ഓക്കെ എന്നാ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഓക്കെ. വലൈക്കും സലാം.